അപ്പൊ ഈ ബസ് സിസ്റ്റം എന്ന് നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഈ അടുത്ത് റീസെന്റ്ലി ആണ് ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് എല്ലാവരും തന്നെ കേട്ട് തുടങ്ങിയത്. നമ്മുടെ ഈ റിന്യൂവബിൾ എനർജി ഇന്റഗ്രേഷനും കാര്യങ്ങളും ഒക്കെ ഇത്രയും കൊടുമ്പിരി കൊണ്ട് പീക്കായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് ശരിക്കും ഈ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ആവശ്യകത നമ്മുടെ സിസ്റ്റങ്ങളിൽ വരുന്നത്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പൊതുവെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും എക്സസീവ് ആയിട്ടുള്ള എനർജി, അതായത് എ സി എനർജിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അത് ഉൽപ്പാദിപ്പിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ ചെലവഴിക്കണം. അത് ഇത്രയും നാളും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പിന്നീട് ഭാവിയിലേക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്ന സാധ്യമായ ഒരു കാര്യമായിരുന്നില്ല. പക്ഷെ ഈ റീസെന്റ് അടുത്തുള്ള ഡെവലപ്മെന്റും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു. ബാറ്ററികൾ വളരെ എനർജി ഡെൻസ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി DC വോൾട്ടേജ് ഫോമിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ബാറ്ററികൾ നമ്മുടെ വിപണിയിൽ അവൈലബിൾ ആയി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നൊരു കൺസെപ്റ്റ് തന്നെ ഉരുത്തിരിഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള സിസ്റ്റംസ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ലാർജ് എനർജി കപ്പാസിറ്റി സ്റ്റോർ ചെയ്ത്, ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്ത് അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള തരത്തില് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സാധനങ്ങൾ മാറി. ഇപ്പൊ നമ്മളിപ്പോ പറയുമ്പോ ഈ ബാറ്ററി എനർജി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളത് 3-4 തരത്തിലാണ് അതിന്റെ ഇന്റഗ്രേഷനുകൾ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ഗ്രിഡ് സ്കെയിൽ തരത്തിൽ. ഈ ഗ്രിഡ് സ്കെയിൽ തലത്തിലുള്ള ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 സബ് ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ജനറേഷൻ സൈഡിലുള്ള റിന്യൂവബിൾ എനർജി ഇന്റഗ്രേഷൻ സ്റ്റോർ ചെയ്ത് അത് എക്സസ് ഉള്ള എനർജി സ്റ്റോർ ചെയ്ത് അത് കണ്ടിന്യൂസ് പവർ ഫ്ലോ ആയിട്ട് ജനറേഷൻ തലത്തില് ഉപയോഗിച്ചുകൊണ്ട് അത് റെഗുലറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രിഡ് സ്കെയിലിൽ ഒരു തരത്തിൽ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പീക്കായിട്ട് എനർജി വരുന്ന സമയങ്ങൾ. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ സോളാർ എനർജി ആയാലും വിൻഡ് എനർജി ആയാലും അതൊരു ഒരു ഫേം ആയിട്ടുള്ള പവർ, ഒരു ഇൻഫേം ആയിട്ടുള്ള പവറാണ്. അപ്പൊ അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അപ്പൊ അതൊന്ന് റെഗുലറൈസ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയുള്ള ബാറ്ററി എനർജി ഗ്രിഡ് സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റംസ് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന നേരം അത് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് ആ ലോഡ് കർവ് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് അത് പീക്ക് ലെവലിൽ ഉൽപാദനം കുറവുള്ള സമയമോ അല്ലെങ്കിൽ പീക്ക് ലെവലോ വരുമ്പോൾ ആ ഉൽപ്പാദിപ്പിച്ച എനർജി വീണ്ടും പുറത്തേക്ക് എടുത്തുകൊണ്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറേഷൻ സൈഡിൽ ബാറ്ററി എനർജി സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഏരിയയിൽ. രണ്ടാമത്തെ ഒരു ഗ്രിഡ് സ്കെയിൽ എനർജി സിസ്റ്റം ബാറ്ററി എനർജി സിസ്റ്റം യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ തലത്തിലാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ അധികമായിട്ടുള്ള ഈ പറയുന്ന റിന്യൂവബിൾ എനർജി ഇന്റഗ്രേഷനുകൾ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഗ്രിഡിന്റെ അസ്ഥിരത, ഫ്രീക്വൻസി റെഗുലേഷൻ പ്രോബ്ലം, വോൾട്ടേജ് റെഗുലേഷൻ പ്രോബ്ലം, അങ്ങനെയുള്ള പ്രോബ്ലംസുകൾ ഒരുപാട് വന്നു കഴിയുമ്പോൾ പിന്നെ റിയാക്റ്റീവ് പവർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ അതിനെല്ലാം സ്റ്റെബിലൈസ് ആക്കുന്ന രീതിയിലേക്ക് നമുക്ക് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ ബസ് എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിക്കാൻ സാധിക്കും. അതിന് ഫ്രീക്വൻസി റെഗുലേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡിഫറൽ ചേഞ്ച് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെയുള്ള സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ യൂസേജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ റെസിഡൻഷ്യല്, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ തലത്തില്, പിന്നെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന നമ്മളിപ്പോ വിഭാവനം ചെയ്യുന്ന ഈ കമ്മ്യൂണിറ്റി ലെവൽ ലോ വോൾട്ടേജ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ബസ് സിസ്റ്റംസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു മൂന്നാമത്തെ, അത് കുറച്ചുകൂടെ കപ്പാസിറ്റി കുറഞ്ഞ ചെറിയ തലത്തിലുള്ള ഒരു രീതിയിലാണ് അത് വെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഗ്രിഡ് സ്കെയിലിൽ വെക്കുന്നതിനേക്കാളും കപ്പാസിറ്റി കുറച്ചുകൂടി കുറവായിരിക്കും. ഇപ്പൊ ഈവൻ നമ്മുടെ വീടുകളിൽ വെക്കുന്ന ഹൈബ്രിഡ് ഇൻവെർട്ടർ ടൈപ്പ് പോലും ഈ ഒരു തലത്തിന്റെ അടിയിൽ വരുന്ന ഒരു വസ്തുതയാണ്. അത് സാധാരണ യൂസ് ചെയ്യുന്ന എനർജി പീക്ക് ഷേവിങ്ങും വാലി ഫില്ലിംഗ് എന്ന് പറയുന്ന ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനും, പിന്നെ മൈക്രോ ഗ്രിഡ്, ഇപ്പൊ റിമോട്ട് സ്ഥലങ്ങളിലൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ പവറിന്റെ സ്കേഴ്സിറ്റിയോ കാര്യങ്ങളോ വന്നു കഴിയുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള എനർജീസ്, ഇപ്പൊ ജനറേറ്റർ ആവാം, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പവർ ആവാം, അതെല്ലാം സ്റ്റേബിലൈസ് ചെയ്തുകൊണ്ട് ഒരു മൈക്രോ ഗ്രിഡ് ഫോമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് തലത്തിലും, അതായത് ഡിമാൻഡ് മാനേജ്മെന്റ്, ലോഡ് സ്മൂത്തിങ്, സെൽഫ് കൺസംഷൻ ആൻഡ് ബാക്കപ്പ് പവർ സപ്ലൈ യൂട്ടിലൈസേഷൻ, ഇങ്ങനെയുള്ള തലത്തിലാണ് റെസിഡൻഷ്യൽ ലെവലിലുള്ള
ബസ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന ബസ് സിസ്റ്റംസിന്റെ യൂസേജസ് ടൈപ്പിക്കൽ വർക്ക് സെനേറിയോ ആണ് ഈ കാണിക്കുന്നത്. ഗ്രിഡ് സ്റ്റെബിലൈസേഷൻ റീജിയനും ഗ്രിഡ് ഇൻസ്റ്റെബിലിറ്റി റീജിയനിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രിഡ് സ്റ്റെബിലൈസേഷൻ റീജിയനിൽ എന്തെല്ലാമാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്നത് നോക്കിയാൽ PV സെൽഫ് കൺസംഷൻ ആൻഡ് റെസിജ്വൽ പവർ സ്റ്റോറേജ്. കുറച്ചും മുന്നേ പറഞ്ഞു, കൂടുതലായിട്ടുള്ള പവർ ഉണ്ടായി കഴിയുമ്പോൾ അത് സ്റ്റോർ ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനും പിന്നെ സെൽഫ് കൺസംഷന് വേണ്ടിയിട്ടുള്ള രീതിയിൽ. പിന്നെ ഇലക്ട്രിസിറ്റി സെയിൽ പ്രയോറിറ്റി, അത് അതായത് കുറഞ്ഞ സമയത്ത് ഇലക്ട്രിസിറ്റി കിട്ടുന്ന സമയത്ത് അത് കൂടുതലായിട്ട് സേവ് ചെയ്ത് വെച്ച് പീക്ക് സമയത്തേക്ക് അത് റീയൂസ് ചെയ്ത് പീക്ക് സമയത്ത് ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള. പിന്നെ പ്രിവെന്റിങ് പവർ ബാക്ക് ഫ്ലോ. നിങ്ങൾക്കറിയാം സാധാരണ സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ തന്നെ ഒരുപാട് കൺസ്യൂമേഴ്സ് ഈ പറയുന്ന PV ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് റേസ് ചെയ്ത് പവർ 11 kV ഡിസ്ട്രിബ്യൂഷൻ ലൈനിലേക്ക് ബാക്ക് ഫ്ലോ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതിന്റെ ബസ് ചെറിയ രീതിയിലുള്ള ബസ് സിസ്റ്റംസ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അവിടെ ഉത്പാദിപ്പിക്കുന്ന എനർജി അതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സിസ്റ്റം ഡിമാൻഡ് മാനേജ്മെന്റ്, പീക്ക് ടു ഡേൽ ആർബിട്രേജ് ആൻഡ് സ്റ്റോറേജ് അലൊക്കേഷൻ ഫോർ സ്റ്റോക്ക് PV പവർ പ്ലാന്റ്. ഇതാണ് അതിന്റെ സ്റ്റെബിലൈസേഷൻ റീജിയനിൽ ഈ പറയുന്ന ബസ് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്. ഗ്രിഡ് ഇൻസ്റ്റെബിലിറ്റി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ബസ്സുകൾ നമുക്ക് ഓഫ് ഗ്രിഡ് മോഡിൽ പവർ സപ്ലൈ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാന്റ് വോൾട്ടേക്ക് അപ്ഗ്രേഡ് ഫോർ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് സിസ്റ്റം, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് സിസ്റ്റം ടു ആക്റ്റീവ് ഓഫ് ഗ്രിഡ് സെൽഫ് ജനറേഷൻ ആൻഡ് സെൽഫ് കൺസംഷൻ. ഇപ്പൊ ഒരു ഫാക്ടറി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോളാർ സിസ്റ്റം ഉണ്ട്. അതിനൊന്നൊരു സ്റ്റോറേജോട് കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഫെയം ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ അവിടെ എൻഷുർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇന്റലിജന്റ് ഗ്രേഡിംഗ് ഓഫ് ലോഡ് മെഷർമെന്റ്, ബാറ്ററി ബാക്കപ്പ് പവർ ആൻഡ് പ്യൂർലി ഓഫ് ഗ്രിഡ് പ്ലസ് സ്റ്റോറേജ് DG മൈക്രോ ഗ്രിഡ്. ഇങ്ങനെയാണ് ഇൻസ്റ്റബിലിറ്റി റീജിയനിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി വർക്ക് സെനേറിയോസ്. ഇനി വരുന്നത് ഇത് ഏത് തരത്തിലൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ബസ് സിസ്റ്റംസ് എന്റെ ഫങ്ഷനാലിറ്റി, അതായത് 3 മെയിൻ ഫങ്ഷനാലിറ്റിയാണ് ഇതിന്റെ സ്വഭാവം, ഏത് രീതിയിലാണ് അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന്റെ സ്വഭാവം അനുസരിച്ച് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് അതിന്റെ AC കപ്ലിംഗ് രീതിയിലായിരിക്കും ഒന്ന് കണക്ട് ചെയ്യും. രണ്ടാമത്തത് DC കപ്ലിംഗ്, പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക രൂപത്തിലുള്ള കപ്ലിംഗ്. ഇതിന്റെ ഏത് രീതിയിലാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ സെനേറിയോസ് ഡിഫൈൻ ചെയ്യുന്നത്. അതിപ്പോ നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് നമുക്ക് കാണാം. AC കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്യൂട്ടബിൾ ഫോർ ഫാക്ടറി, ഷോപ്പിംഗ് മാൾ, ഓഫീസ് ബിൽഡിംഗ് എക്സെട്രാ ഓൾറെഡി ഇൻസ്റ്റാൾഡ് PV. അതായത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന മാതിരി ആ ഒരു കൺസ്യൂമറിന്റെ സ്ഥലത്ത് ഒരു ഓൾറെഡി ഇൻസ്റ്റാൾഡ് PV ഉണ്ട്. അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് വീണ്ടും അതിനകത്തേക്ക് ഒരു ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം ആഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സെൽഫ് ജനറേഷൻ ഇംപ്രൂവ്, സ്റ്റോറേജ് സിസ്റ്റം ടു ഇംപ്രൂവ് സെൽഫ് ജനറേഷൻ ആൻഡ് സെൽഫ് കൺസംപ്ഷൻ റേറ്റ്, ഷേവ് പീക്ക് ആൻഡ് ഫിൽ വാലി, പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിമാൻഡ് റെസ്പോൺസ് ഓർ പ്രൊവൈഡ് ബാക്കപ്പ് പവർ. ഇത്രയും കാര്യങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു PV സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഗ്രിഡ് ലെവലില്, നമ്മുടെ LV ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ, ട്രാൻസ്ഫോമർ ലെവലില് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്യാബിനറ്റ് രീതിയിലുള്ള ഒരു ബസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആവശ്യകതകൾ ഇതിനകത്ത് നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് അതിന് AC കപ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി DC കപ്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്താണോ അതാണ് DC കപ്ലിംഗ്. അതായത് അദ്ദേഹത്തിന്റെ അവിടെ ഒന്നും ഇല്ല, പക്ഷെ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ബാറ്ററി പവർ വേണം, PV ഇന്റഗ്രേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ലോഡിനെ പവർ ചെയ്യണം, മേജർ ലോഡുകളെ റെഗുലറൈസ് ചെയ്യണം. ആ ഒരു സാഹചര്യത്തിൽ വലിയ ലോഡുകൾ വരുന്നിടത്ത് ഇങ്ങനെ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ അതേ ആപ്ലിക്കേഷൻ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു ഈ റിക്വയർമെന്റ് എല്ലാം മീറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് DC കപ്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ തരം എന്ന് പറയുന്നത് ഇത് രണ്ട് രീതിയിലുള്ള ഇത് കമ്പൈൻ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പവർ സിസ്റ്റം ഉണ്ടാവും, അതുകൂടാതെ അദ്ദേഹത്തിന് ഓവറോൾ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഒരു DCയുടെ സിസ്റ്റം യൂസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴാണ് ഇത് രണ്ടും
കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇൻ മൾട്ടി എനർജി കമ്പനി പവർ സപ്ലൈ സിസ്റ്റം ഇൻക്ലൂഡിംഗ് ഫോട്ടോവോൾട്ടിക്, വിൻഡ് പവർ, ഡീസൽ ജനറേറ്റർ എഞ്ചിൻ, പബ്ലിക് പവർ ഗ്രിഡ് ത്രൂ സപ്പോർട്ടിംഗ് എനർജി സ്റ്റോറേജ് സിസ്റ്റം ക്യാൻ അച്ചീവ് പവർ ബാലൻസ് ഓഫ് ദ മൈക്രോ ഗ്രിഡ് സിസ്റ്റം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഈ AC/DC കപ്ലിംഗ് ആപ്ലിക്കേഷൻ സെനറിയോ വരുന്നത്. ഇനി ഇതാണ് ഇതിന്റെ 3 ആപ്ലിക്കേഷൻ സെനറിയോ, അതിന്റെ ടൈപ്പ് ഓഫ് കപ്ലിംഗ് ടു എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന ഇതിന്റെ ഈ ബസ് സിസ്റ്റങ്ങൾ തന്നെ 3 മെയിൻ ഓപ്പറേറ്റിംഗ് മോഡുകൾ ഉണ്ട്. അതിലൊന്ന് എന്ന് പറയുന്ന ഓൺ ഗ്രിഡ് PV കൺസംഷൻ, PV പ്ലസ് ബസ് സിസ്റ്റം, ബാക്കപ്പ് പവർ സപ്ലൈ, PV ജനറേറ്റർ പ്ലസ് ബസ് സിസ്റ്റം, ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് സിസ്റ്റം. ഇതിൽ നമ്മുടെ ഈ പറയുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൺ ഗ്രിഡ് ഉപഭോക്താക്കള് നമ്മുടെ LV ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന ഗ്രിഡിനെ, LV ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന ഗ്രിഡിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഈ ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് ബസ് സിസ്റ്റംസ്. ഇത് വരുന്ന ബാക്കപ്പ് പവർ സപ്ലൈ, ഇതിന്റെ എല്ലാവരും മെയിൻ ഓപ്പറേറ്റിംഗ് മോഡ്. സൊല്യൂഷൻ ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ റിമോട്ട് ഏരിയ ഓഫ് ഗ്രിഡ് മോഡ്. നിങ്ങൾക്കറിയാം, റിമോട്ട് ഏരിയയിൽ ഒരു ഗ്രിഡ്, അസ്ഥിരമായിട്ടുള്ള ഒരു ഗ്രിഡാണ്, ഒരു ഐലൻഡ് ആണ്, ഒരു മൗണ്ടൻ ടെറൈൻ ആണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആകുമ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു ബസ് സിസ്റ്റം അതിനോട് സോളാർ പാനൽ വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി ഒരു ഓഫ് ഗ്രിഡ് മോഡിൽ അവർക്ക് അവരുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്തുകൊണ്ട് ആ സിസ്റ്റങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഓൺ ഗ്രിഡ് PV കൺസംഷൻ മോഡ് എന്ന് പറയുമ്പോൾ the solution is specially designed to solve problem of PV consumption by storing PV power in battery directly and discharging it in the load at night. അതാണ് ഇൻക്ലൂഡിംഗ് PV കൺസംഷനോട് കൂടി ബസ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ വരുന്ന എക്സസ് PV എനർജി അതേ സമയത്ത് തന്നെ അധികം പ്രശ്നങ്ങളോ വോൾട്ടേജ് റേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടതിന് ശേഷം ഈവനിങ് ടൈമിലേക്ക് അത് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ മറ്റു പുറത്തുനിന്ന് അധികം പവർ പർച്ചേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അതേ സ്ഥലത്ത് തന്നെ ഒരു 4 മണിക്കൂർ നേരത്തേക്കോ അല്ലെങ്കിൽ എങ്ങനെ എത്ര സമയത്തേക്ക് പ്രീഡിഫൈൻ ചെയ്ത സമയത്തേക്കോ അതിനകത്തേക്ക് ഫ്ലോ തിരിച്ചെടുത്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് ഫോം. ഇതിന്റെ എല്ലാം ഇന്റഗ്രേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബാക്കപ്പ് പവർ സപ്ലൈയിൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി PV പാനൽസ് ഉണ്ട്, DC പവർ മൊഡ്യൂൾ ഉണ്ട്, ഒരു DC ബസ് ഉണ്ടാവും, എക്സ്റ്റേണലി ഒരു ബാറ്ററി സ്റ്റോറേജ് ഉണ്ടാവും, അത് കൂടാതെ ഈ പറയുന്ന ബസ് സിസ്റ്റത്തിന്റെ ഒരു കൺട്രോൾ പാനലുകൾ ഉണ്ടാവും. അതിനകത്ത് പിന്നെ ഇമ്പോർട്ടന്റ് ലോഡ്, പിന്നെ ഒരു 400 വോൾട്ട് AC ബസ് അത് ഉത്പാദിപ്പിച്ചുകൊണ്ട് ട്രാൻസ്ഫോമർ കൊടുത്തതിന് ശേഷം നമ്മുടെ AC ലോഡുകൾ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഇതാണ് ബാക്കപ്പ് ഓഫ് ഗ്രിഡ് മോഡിൽ വർക്ക് ചെയ്യുന്ന ബസ് സിസ്റ്റം. ഇനി അതുപോലെ ഓൺ ഗ്രിഡ് PV കൺസംഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ തന്നെ PV പാനൽസ് ഉണ്ടാവും, അതിനോട് വേണ്ടിയിട്ടും സ്മാർട്ട് മീറ്ററുകൾ തമ്മിലുള്ള ഇന്റഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഗ്രിഡ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഗ്രിഡിൽ നിന്ന് ട്രാൻസ്ഫോർമർ, ഇൻകമിംഗ് മീറ്റർ, നിങ്ങളുടെ ലോഡുകൾ, ഇതെല്ലാം ഓൺ ഗ്രിഡ് PV കൺസംഷൻ ബോർഡ് നിങ്ങൾക്ക് സീറോ എക്സ്പോർട്ടോടുകൂടിയോ മറ്റു രീതിയിലുള്ള കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതാണ് ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, രണ്ടും ബയോഡയറക്ഷണൽ ആയിട്ടുള്ള മീറ്റർ വെച്ച് ഗ്രിഡ് കണക്റ്റഡ് ഇലക്ട്രിസിറ്റി മീറ്റർ വെച്ചുകൊണ്ട് എസ്പെഷ്യലി ഉള്ള മോണിറ്ററിംഗ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻകമിംഗ് മീറ്ററും ഈ ട്രാൻസ്ഫോർമറുകളും തമ്മിലുള്ള വെച്ച് നമുക്ക് ലോഡുകൾ യൂട്ടിലൈസ് ചെയ്യാം. ഇതും ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡും ഓൺ ഗ്രിഡ് PV കൺസംഷൻ മോഡും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡിൽ സെപ്പറേറ്റ് ഒരു സോളാർ പാനൽ വരെ ഉണ്ടാവില്ല. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഡിസ്ട്രിബ്യൂട്ടർ സോളാർ എനർജി സിസ്റ്റംസ് കൺസ്യൂമേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിൽ നിന്നുള്ള എനർജിയാണ് ഈ മീറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് മെഷർ ചെയ്ത് ഈ ബാറ്ററിയിലേക്ക് അത് സ്റ്റോർ ചെയ്തിട്ട് അത് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡിൽ ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡും ഓൺ ഗ്രിഡ് PV കൺസംഷൻ മോഡും തമ്മിലുള്ള വ്യത്യാസം. PV പാനൽ എക്സ്ട്രാ നമ്മൾ ഈ ഓൺ ഗ്രിഡ് PV കൺസംഷൻ മോഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതേസമയം ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡിൽ അതിന്റെ ആവശ്യമില്ല. കൺസ്യൂമർ സൈഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സ്മോൾ പ്ലാന്റുകളുടെ എനർജി ജനറേഷൻ ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഒരു ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡിൽ നമ്മളത് വർക്ക് ചെയ്യിക്കുമ്പോൾ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഒരു ബസ് സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഒന്നോട് പറയാനുള്ള ഒരു ഇതും കൂടെ പറയാനുള്ളത്, ഇതിന്റെ ഒരു എക്സ്പെഷ്യലി നമുക്ക് പറയാനുള്ളത് ഈ ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ഇന്റഗ്രേഷൻ, അതായത് നമ്മൾ എങ്ങനെ വരും എന്നുള്ളത്. ഒരു മിനിറ്റ്,
സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ജെയിംസ് സാർ ഒരു മിനിറ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. കാണാമോ? ഹലോ, കാണാമോ സാറാ? കാണാം. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ പറയാനുള്ളത് നമ്മുടെ ഗ്രിഡ് ഇപ്പൊ ആസ് എ കൺസ്യൂമർ എന്നുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നം നമ്മുടെ നമുക്ക് ആർക്കും നമുക്ക് കൂടുതലായിട്ട് സോളാർ പാനലിൽ ഇപ്പൊ ഇവർക്ക് ഗ്രിഡിന്റെ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് സോളാർ ഇന്റഗ്രേഷൻ അധികം സാധ്യമാകുന്നില്ല എന്ന് പറയാം. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഈ ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് മോഡിൽ വർക്ക് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ലെവൽ ബാറ്ററി സ്റ്റോറേജ്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 100 kVA ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ലെവലിന്റെ കീഴിൽ ഓൺ ഗ്രിഡ് പീക്ക് ഷേവിംഗ് സാങ്കേതികത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എല്ലാവർക്കും, അപ്പൊ നമുക്കറിയാമല്ലോ ഒരു 100 kVA ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിന്റെ 90% കപ്പാസിറ്റി വരെ അതായത് സെഷൻ ഓഫീസുകൾ അനുവദിക്കുന്നുണ്ട്. ഇപ്പൊ ആ 90% ആ കപ്പാസിറ്റി, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി അച്ചീവ് ചെയ്താൽ നമ്മൾ ഒരു 100 kVA കപ്പാസിറ്റി, കിലോ വാട്ട് കണക്റ്റഡ് കപ്പാസിറ്റി വരുന്ന ഒരു ബസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ അതിനുള്ള ഉദാഹരണം എന്ന് വെച്ചാൽ ആരെയും ഈ ഓൺ ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ നിന്നും നമുക്ക് പിന്തിരിപ്പിക്കേണ്ട ആവശ്യം വരില്ല. ആരോട് അവരുടെ സ്വന്തം നിലയിൽ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ പറയേണ്ട ആവശ്യവും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രിഡ് കണക്ഷൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ആ വരുന്ന ഗ്രിഡ് കണക്ഷനിൽ നിന്നും ട്രാൻസ്ഫോമർ കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ഫോമറിൽ നമ്മുടെ LV ഇൻഫ്രാസ്ട്രക്ചറിൽ 2 മീറ്റർ സ്മാർട്ട് മീറ്ററുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ എല്ലാം കമ്മ്യൂണിക്കേഷൻ ഇതിന്റെ കമ്പ്യൂട്ടറിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ മീറ്ററുകളുടെ റിയൽ ടൈം റീഡിങ്ങും വെച്ചുകൊണ്ട് ഇതിന്റെ എല്ലാം ഡിമാൻഡ് റെസ്പോൺസും വോൾട്ടേജ് റെഗുലേഷനും കാര്യങ്ങളും ഇതിന്റെ സ്മാർട്ട് ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഡിഫൈൻ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം എക്സസീവ് ആയിട്ട് ഉണ്ടാകുന്ന ആ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ലെവലിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന PV എനർജീനെ അതാത് സമയത്ത് അപ്പോൾ തന്നെ ആ കപ്പാസിറ്റിയിലുള്ള ബാറ്ററികളിലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചെടുത്ത് ഈവനിങ് ടൈമിൽ അതിൽ നിന്നും തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 11 മണിക്ക് വരുന്ന ഹൈ ആയിട്ട് വരുന്ന ഒരു വോൾട്ടേജ് ഡീവിയേഷൻ ഉണ്ടല്ലോ, അത് ഈ ലോഡ് അത് കൺസ്യൂം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ബാറ്ററി സിസ്റ്റത്തിന് ഉള്ളത് കൊണ്ട് ആ ഒരു വോൾട്ടേജ് റൈസ് ഇല്ലാതെ സ്റ്റഡി സ്റ്റേറ്റിൽ നിർത്താൻ ഇതിന് സാധിക്കും. ഇതിന് വരുന്ന ആകെ ഒരു ചെലവ് എന്ന് പറയുന്ന ഏകദേശം ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ 5 കിലോ വാട്ട് ഹൈബ്രിഡ് ഇൻവെർട്ടർ വെക്കുന്നതിന്റെ ചെലവേ കൊമേഴ്ഷ്യലി ഇതിന് വരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ തന്നെ ആ മുഴുവൻ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും മൊത്തത്തിൽ വെച്ചൊരു ബാറ്ററി സിസ്റ്റത്തിന്റെ പ്രയോജനം ലഭിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പവർ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും. പവറിന്റെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഡിമാൻഡ് റെസ്പോൺസ്, റിയാക്റ്റീവ് പവർ കോമ്പൻസേഷന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കിയിട്ടും ആരെയും നമുക്ക് പിന്തിരിപ്പിക്കേണ്ട ബുദ്ധിമുട്ട് വരില്ല. ഈ ഗ്രിഡിന്റെ പ്രോബ്ലംസ് എല്ലാം ഒരു പരിധി വരെ ഒഴിവാകും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തന്നെയുമല്ല ഇതിന്റെ നമ്മൾ വിചാരിക്കും ബാറ്ററി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ചെലവ് കൂടുതലായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അങ്ങനെയല്ല. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ വരുന്ന ആകെ 10 ഹൈബ്രിഡ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ചെലവേ വരുന്നുള്ളൂ. ഏകദേശം 40-45 ലക്ഷം രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ. ഇതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തന്നെ ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഈ എമൗണ്ട് കിട്ടും. അപ്പൊ പുതിയ സാഹചര്യങ്ങളിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്കോമുകളായാലും അല്ലെങ്കിൽ റെഗുലേഷൻസ് ആയാലും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റെസ്കോ മോഡലിലോ അല്ലെങ്കിൽ ഒരു PPP മോഡലിലോ ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ പോലും ഇങ്ങനെയുള്ള സിസ്റ്റംസ്, ചെറിയ സിസ്റ്റംസ്, ഇപ്പൊ അതിനൊരു ഇത് കാണിച്ചു തരാം. അതിന്റെ ഈ പറയുന്ന 100 കിലോ വാട്ടിന്റെ കപ്പാസിറ്റി ആകെ ഇത്രേ ഉള്ളൂ. ഈ ചെറിയത് കാണുന്ന കപ്പാസിറ്റിയാണ് ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന പോലെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരും ഈ പറയുന്ന വരും തലമുറയിലായാലും അവരിൽ നിന്നും ഈ പറയുന്ന ഈ റിന്യൂവബിൾ എനർജി ഇന്റഗ്രേഷനിൽ അയ്യോ ഗ്രിഡിന്റെ പ്രശ്നം കാരണം നിങ്ങൾ വെക്കല്ലേ അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ KSEB തന്നെ അവരുടെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടോ ലാർജ് സ്കെയിലിൽ വെക്കേണ്ട കാര്യമില്ല. എവിടെ റിന്യൂവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പോയിന്റ് വരുമോ അവിടെ സ്റ്റോർ ചെയ്ത് സംഭരിക്കുക. അതാണ് ഇതിന് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വെക്കാൻ പോകുന്ന 3-4 സിസ്റ്റംസ് വെച്ചുകൊണ്ട് നമുക്കിപ്പോ നമ്മുടെ കൺസ്യൂമർ ലെവലിൽ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് സാങ്കേതികമായി അത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ലോ
വോൾട്ടേജ് ലെവലിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ റിന്യൂവബിൾ എനർജി നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ വിതരണ ശൃംഖല ഉപയോഗിച്ചുകൊണ്ട് ഹൈ ലെവലിലേക്ക് പവർ ബാക്ക് ഫ്ലോ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് എവിടെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ 90% നമ്മുടെ ഡിസ്കോം KICBയുടെ കീഴിലുള്ള കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്. അവർ ഈ വെച്ചിരിക്കുന്ന അതിൽ തന്നെ 3% വെച്ചിരിക്കുന്ന ഈ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി ഈ ബസ്സിലേക്ക് വെക്കാൻ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കില്ല. അതിന് പകരം KICB ചെയ്യുന്ന പുറത്തുനിന്നും വില കുറഞ്ഞ വൈദ്യുതി അവർ വാങ്ങിച്ചു കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പീക്ക് ടൈമിൽ കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ആ സിസ്റ്റം വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. എവിടെ എനർജി ഉൽപ്പാദിപ്പിക്കുന്നു ആ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ബസ് സിസ്റ്റംസ് വിഭാവനം ചെയ്ത് ഓരോ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കീഴിലും അത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു റെസ്കോ മോഡലിലോ അല്ലെങ്കിൽ ഒരു PPP മോഡലിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അവരുടെ വൈദ്യുതി പൈസ കണ്ടെത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വെച്ചാൽ അതൊരു ഒരു ഏജൻസി പോലുള്ള ആളുകളെ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിലുള്ള ആളുകളെ ഏൽപ്പിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ പ്രയോജനം കിട്ടും. അതിന് നമ്മൾ ഈ പറയുന്ന അതിനൊരു കൊമേഴ്ഷ്യൽ പ്രപ്പോസലൊക്കെ ഉണ്ട്. 40-45 ലക്ഷം രൂപയെ അതിന് 100 കിലോവാട്ട് ഏകദേശം 2-3 മണിക്കൂറോളം ബാക്കപ്പ് പവർ കിട്ടാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റത്തിന് ചെലവ് വരുന്നുള്ളൂ. ഇത് ചെയ്താൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ പറയാൻ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിനകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. താങ്ക് യു മിസ്റ്റർ ബെൻസൺ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പൊ അതില് ഈ പിന്നെ AC കപ്ലിങ് DC കപ്ലിങ് അത് ഹൈബ്രിഡ് ഇൻവേർട്ടറിന്റെ കാര്യമായി ഇവിടെ നമ്മുടെ ബസ് മാത്രമാണ് അവസാനം പറഞ്ഞത്, ശരിയല്ലേ? അതെ, അവസാനം ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ ഒരു ബസ് സിസ്റ്റം നമ്മുടെ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ലെവലിൽ ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നത്. ഓക്കെ. അപ്പോൾ അതിന്റെ മെയിൻ പർപ്പസ് വരുന്നത് പീക്ക് ഷേവിങ്, അതായത് പീക്ക് ടൈമിൽ ആ പൊങ്ങി വരുന്ന സാധനത്തിന് ഇങ്ങനെ കട്ട് ചെയ്യും, ലെവൽ ചെയ്ത് ആ ലെവൽ കട്ട് ചെയ്തെടുത്ത് തല തിരിച്ച് വാരിയിൽ കൊണ്ടുവന്നിടുക. ഓക്കെ. അപ്പൊ ശരിക്കും ഇത് ESS എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ബസ് എന്ന് പറയുന്നതാണ്. പക്ഷേ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് ESSന്റെ ഫംഗ്ഷൻ ആ ഡെഫിനിഷനിൽ വരണമെങ്കിൽ 85% REയിൽ നിന്നായിരിക്കണം. ഈ മൈരാട്ടി കൊണ്ട് വെച്ചിരിക്കുന്ന സാധനം ഒരു കാരണവശാലും അത് ESS എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരത്തില്ല, നിയമപ്രകാരമുള്ള വരത്തില്ല. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അജിത്ത് സംസാരിക്കുമോ? ബെൻസൺ സാറേ, ഇപ്പൊ 4 സ്ഥലങ്ങളിൽ വെക്കുന്നുണ്ടല്ലോ KICB ആ ബസ്, കുട്ടിക്കോഷിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ വെക്കുന്നതിന്റെ സാറിപ്പോ 2 പറഞ്ഞു, എന്നാലും കുറച്ചുകൂടെ ആൾക്കാർക്ക് വ്യക്തത വരത്തക്ക രീതിയിൽ ഇതെങ്ങനെയാണ് പരാജയപ്പെടാൻ പോകുന്നത് എന്ന് 1, 2, 3 നിലയിൽ നിന്ന് പറയാമോ? അല്ലെങ്കിൽ അതിനോടൊപ്പം എന്താണ് ഈ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബസ്സിന്റെ അഡ്വാൻറ്റേജസ്? അത് രണ്ടും കൂടി ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി സാർ പറഞ്ഞു കഴിഞ്ഞാണ്, ആ രണ്ടും കൂടി ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞപ്പോൾ. തീർച്ചയായിട്ടും അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുമാതിരി നമുക്ക് നമ്മുടെ കേരളത്തിലെ ഡിസ്കോം KICB ഹാൻഡിൽ ചെയ്യുന്ന 90% ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സാണ്. ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് സോളാർ പാനൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ ഉൽപാദനം നടക്കുന്നത് ലോ വോൾട്ടേജിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കീഴിലാണ് ഉൽപാദനം നടക്കുന്നത്. ഇവിടുത്തെ വിതരണ ശൃംഖലകളുടെ പ്രത്യേകത വെച്ചുകൊണ്ട് ആ ഉൽപാദിക്കുന്ന എക്സസ് എനർജി ആണെന്നാണ് അവർ പറയുന്നത്. ആ എനർജി ഒരിക്കലും ഹയർ ലെവലിലേക്ക്, ഇപ്പൊ ഒരു സബ്സ്റ്റേഷൻ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു 400 kVA 220 kVA ലെവലിലേക്കോ തിരികെ ബാക്ക് ഫ്ലോ ചെയ്ത് നമുക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഇവരുടെ 1500 MWh കപ്പാസിറ്റി ഉള്ള ബസ് സിസ്റ്റം 4 സ്ഥലങ്ങളിൽ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരുന്ന എനർജി എവിടെ നിന്ന് കണ്ടെത്തണം? പുറത്തു നിന്നും വൈദ്യുതി വാങ്ങിച്ച് നാഷണൽ ഗ്രിഡിലൂടെ കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിനു വേണ്ടി ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ഒരു യൂണിറ്റ് സ്റ്റോർ ചെയ്ത് അത് KICB ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചെടുക്കാൻ വേണ്ടി റെഗുലേറ്ററി കമ്മീഷൻ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന തുക എന്ന് പറയുന്നത് 4.5 രൂപയോളം. അതായത് അവർക്ക് വാടക ഇനത്തിൽ കൊടുക്കുന്ന പൈസയാണ്. ആ വാടക ഇനത്തിൽ കൊടുക്കുന്ന പൈസ 4.5 രൂപ അവർക്ക് കൊടുത്തതിന് ശേഷം KICB അത് പീക്ക് സമയത്ത് തിരിച്ചെടുത്തിട്ട് ഓരോ കൺസ്യൂമേഴ്സിനും ഈ പറയുന്ന TOD സമയത്തോ മറ്റു കാര്യങ്ങൾക്കോ കൊടുക്കാൻ പോകുന്ന എന്ത് വിലക്കായിരിക്കും നിങ്ങൾക്ക്
ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നത് 7.5-8 രൂപയോളം വരും ഏകദേശം. അപ്പൊ അവര് കച്ചവടം എന്നുള്ള നിലയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഈ പറയുന്ന ആളുകള് ഈ പറയുന്ന സിസ്റ്റം വെക്കുന്ന ഓരോ ആളുകളെ അത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ NTPC ഗ്രീൻ എനർജി ഉണ്ട്, അങ്ങനെ കുറെ അവർക്ക് ആ വൈദ്യുതി അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വൈദ്യുതി കണ്ടെത്തേണ്ട യാതൊരു ആവശ്യമില്ല. അവർ ആ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പൊ KSEB എന്ത് ചെയ്യണം? കിട്ടുന്ന എനർജി പുറത്തു നിന്നും വാങ്ങിക്കണം, അതിനൊരു പൈസ. അത് വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ച് സ്റ്റോർ ചെയ്ത് തിരിച്ചെടുക്കുമ്പോൾ വേറൊരു പൈസ. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ വിതരണ നഷ്ടവും പ്രസരണ നഷ്ടവും എല്ലാം സഹിച്ചുകൊണ്ട് തന്നെ കൺസ്യൂമറിലേക്ക് അത് എത്തിക്കുമ്പോൾ അവിടെ വീണ്ടും നഷ്ടം. ഇതെല്ലാം എന്റെ ആരുടെ അടുത്തായിരിക്കും വരുന്നത്? കൺസ്യൂമറിന്റെ തലയിൽ. അവർക്ക് നോക്കേണ്ട കാര്യമില്ല. അത് കൺസ്യൂമറിന്റെ തലത്തിൽ സ്വാഭാവികമായിട്ട് എനർജി ചാർജസ് അന്നേരം കൂടും. അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്ന അതിനൊക്കെ വേണ്ടിയിട്ടാണ് പുതിയ റെഗുലേഷൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ഗ്രിഡ് സപ്പോർട്ട് ചാർജ് ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നത്. എനിക്കറിയില്ല കൃത്യമായിട്ട് എന്താണ് അവരുടെ ലക്ഷ്യം എന്നറിയില്ല. ഇനി ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമർ ലെവലിലാണ് അങ്ങനെ ഒരു ചെറിയ രീതിയിലുള്ള പാക്കേജ് യൂണിറ്റ് സൈസിലുള്ള ഇപ്പൊ ഒരു രണ്ട് ഷെൽഫ് അലമാരയുടെ വലിപ്പേ ഒരു 100 kVA ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വരുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ചെറിയ സ്ഥലം കണ്ടെത്തി അത് അവിടെ ഒരു ട്രാൻസ്ഫോർമർ ലെവൽ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ ലെവലില് അത് വെക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രസരണ നഷ്ടമില്ല, വിതരണ നഷ്ടമില്ല, ഒന്നുമില്ല. എവിടെ ഉൽപ്പാദിപ്പിക്കുന്നോ അവൻ അവിടെ LV ലെവലിൽ സഹിക്കേണ്ടി വരുന്ന വോൾട്ടേജ് ഇൻക്രീസ്, റിയാക്റ്റീവ് പ്രോബ്ലം, ഇതൊന്നും പവർ ജനറേഷൻ പ്രോബ്ലം, ഇതൊക്കെ ഒഴിവായി കിട്ടും. ആ ഉൽപ്പാദിപ്പിക്കുന്ന അതേ സ്ഥലത്ത് കിട്ടുന്ന അതേ സമയത്ത് തന്നെ ആ ബാറ്ററിയിലേക്ക് അത് സ്റ്റോർ ചെയ്യാനും അവിടെ നിന്ന് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ തന്നെ തിരിച്ചെടുക്കാൻ പറ്റും. ഇത് മാനേജ് ചെയ്യുന്ന ആരാ? ഈ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു സാഹചര്യം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 15 വർഷത്തേക്ക് ആരും നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഈസി ആയിട്ട് ഈ റിന്യൂവബിൾ എനർജി സിസ്റ്റം അവർക്കായി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിന്റെ ഡിഫറൻസ്. താങ്ക് യു സർ, വെരി ക്ലിയർ. ഓക്കെ, അടുത്തത് ചെറിയാൻ സാർ സംസാരിക്കോ? സംശയമുള്ളവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എന്തെങ്കിലും ചോദിക്കാനുള്ളവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. സാറിന്റെ മൈക്ക് ഓണാക്കി. കേക്കണ്ട് സാറേ, പറഞ്ഞു സാറേ, പറഞ്ഞു നോക്കിയ സാറേ. ഇല്ല സാറല്ല സംസാരിക്കില്ല. കേൾക്കുന്നില്ല സാറേ, കേൾക്കുന്നില്ല. ഇല്ല, ഓണായില്ല. സാറൊന്നും മൈക്ക് ചെയ്ത് ചെക്ക് ചെയ്യുക. അപ്പോഴത്തേക്കിനും ജോർജ് സാറൊന്ന് സംസാരിക്കട്ടെ. ചെറിയാൻ സാറേ സെറ്റ് ചെയ്ത് വെക്കുക. സാറങ്ങ് ഓണാക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അടുത്ത് ജോർജ് സാറ് സംസാരിക്കുമോ? അല്ല, ഞാന് സംസാരിക്കുന്ന കേൾക്കാവോ? കേൾക്കാം സാറേ. ഞാൻ സംസാരിക്കുന്നത് ഇവിടെ ഞാൻ കൊമേഴ്സ്യൽ ആയിട്ട് ഒരു 45 ലക്ഷം രൂപ എന്ന് പറഞ്ഞല്ലോ, ഒരു 100 kVA ഒരു സിസ്റ്റം വെക്കുന്നത്. അതിപ്പോ ഡോളറിലാണോ? നിങ്ങളിപ്പോ ഇന്റർനാഷണൽ കോസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? അതോ അല്ല, നമുക്കത് ഇൻസ്റ്റാൾ ചെയ്ത് നാട്ടിൽ വെച്ച് കമ്മീഷൻ ചെയ്യുമ്പോൾ വരുന്നത് ഇന്ത്യയിൽ തന്നെ കമ്മീഷൻ ചെയ്യുന്ന ആണോ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിൽ തന്നെ കമ്മീഷൻ ചെയ്യും. നമുക്ക് ആ ഒരു വിലക്ക് ആ ഒരു എമൗണ്ടിൽ നമുക്ക് 100 kVയുടെ കപ്പാസിറ്റി ഉള്ള ട്രാൻസ്ഫോമറിന്റെ കീഴിൽ 2 മണിക്കൂർ നേരത്തേക്ക് ബാക്കപ്പ് കിട്ടാൻ പാകത്തിന് ഒരു സിസ്റ്റം നമുക്ക് സ്ഥാപിക്കാൻ പറ്റും, കമ്മീഷൻ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ അത് ശരി തന്നെ. ഞാൻ ചോദിക്കുന്ന ആ കോസ്റ്റ് ഇപ്പം ഏത് ഇന്ത്യൻ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും സെയിം ആണോ? വ്യത്യാസമില്ലേ? ചോദിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം, ഇന്ത്യയിൽ ഇപ്പം മിക്കവാറും ഈ ബാറ്ററികളെല്ലാം ഇമ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ, അല്ലേ? ഇപ്പം ഇന്ത്യയിൽ ഇപ്പം കുറെ ബാറ്ററി ഡെവലപ്മെന്റ് മാനുഫാക്ചറിങ് വരുന്നു, ഫാക്ടറികൾ വരുന്നു, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ ഡെവലപ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വില വീണ്ടും കുറയല്ലെന്ന് ചോദിക്കാൻ വേണ്ടി. ഇന്ത്യൻ ഡെവലപ്മെന്റ് വന്ന് നമുക്ക് ലോക്കലി അത് അസംബിൾ ചെയ്ത് വെക്കാൻ സാധിച്ച 50% അതിന്റെ പ്രൈസ് കുറയും. യെസ്, എക്സാക്ട്ലി. അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് കൂടുതൽ വയബിൾ ആവും ബേസിക്കലി. പിന്നെ ഒരു 3 കൊല്ലത്തിനകം നമുക്ക് പ്രതീക്ഷിക്കാം. 3 കൊല്ലത്തിനകം.
അത് തന്നെ ഒന്നാമത്. അടുത്ത് ചോദിക്കാനുള്ളത് എനിക്ക് വെച്ചാല് നമ്മളൊക്കെ ബാറ്ററി ഇപ്പം പറഞ്ഞ 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തേക്ക് ബാക്കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ അതായത് നമ്മളൊക്കെ ഒരു പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ആവശ്യമില്ലാത്ത ഒരു സ്ഥിതിയില്ല അവിടെ വരിക ലേബിൾ സപ്ലൈ. അതെ. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ശരിക്കും പറഞ്ഞാല് നമുക്ക് റിലയബിലിറ്റി കൂടുതൽ വേണ്ടുന്ന ടൗണുകളിലോ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ഏരിയയിലോ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കൺസ്യൂമർക്ക് ലേബിൾ സപ്ലൈ കിട്ടുക ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിക്കും നമ്മുടെ കൊമേഴ്സ്യൽ ഏരിയക്കും വളരെ വളരെ കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി കോമ്പറ്റീറ്റീവ്നെസ് കൂടുകയാണ് അല്ലേ? അതാണ് ചെയ്യുന്നത്. അത് ആ രീതിയിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അല്ലെന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് ഇങ്ങനെയുള്ള ഐഡിയാസ് പറയാനല്ലേ സാറേ പറ്റുള്ളൂ. ഇത് എന്താ പറയാൻ പറ്റുക? അല്ല ബെൻസൻ സാറേ, നമ്മളത് പറയുന്നു എന്ന് പറയും, ഇത് പണ്ടത്തെ കാലമല്ല. കാരണം നമ്മൾ പറയുന്ന നമ്മളെ ഐഡിയ നമ്മളടുത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമല്ല. നമ്മൾ ഇത് അങ്ങ് എയർ ചെയ്താൽ മതി. ഇത് അന്തരീക്ഷത്തിൽ കിടന്ന അല്ല, മാത്രമല്ല ഞാൻ പറയുന്നത് ഇത് കട്ട് ചെയ്ത് നമ്മുടെ റെഗുലേറ്റർക്കും മിനിസ്റ്റർക്കും ഒക്കെ അയച്ചു കൊടുക്കണം. KSEB-യിലെ ബോർഡ് ചെയർമാൻ അയച്ചു കൊടുക്കണം എന്നാണ് എന്റെ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാല് യുവ കാര്യങ്ങളൊക്കെ ഈ ലോകത്തുണ്ടെന്നോ അവിടെ നമ്മളറിയാലോ നമ്മളാ മറ്റേ സർക്കിൾ അവിടെ എന്താ പറയുക അവിടെ ഇതുണ്ടല്ലോ ബോർഡ് ആ ഒരു മീറ്റിങ്ങിനകത്ത് അവര് പറഞ്ഞത് ഇങ്ങനെ പരിപാടി ഇല്ലെന്നാണ്. ഇപ്പൊ ശ്രദ്ധിക്കുകയാണ്. അന്ന് അതിനകത്ത് അവര് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു വയബിൾ സൊല്യൂഷനേ ഇല്ലെന്നാണ് അവരന്ന് പറഞ്ഞത്. അവരുടെ റൗണ്ട് ടേബിള് കൂടിയ ഉദ്യോഗസ്ഥന്മാര് വന്നിട്ട് ആൾക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത് കംപ്ലീറ്റ് ആകെ തകരാൻ പോവാണ്. ഇവിടെ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ ഇതാ ചർച്ച ചെയ്യുന്ന ഈ ഇവിടുത്തെ ആള് പറഞ്ഞത്, ഏത് നമ്മുടെ ടെക്നിക്കൽ മെമ്പർ പറഞ്ഞത്, ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇതാണ് ഈ പ്രശ്നം. അല്ല, ആ മീറ്റിംഗിൽ വന്ന് പറഞ്ഞത് LT ലെവലിൽ ഇതിനൊരു സൊല്യൂഷനേ ഇല്ല, അതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് സിസ്റ്റം വയബിൾ അല്ല, അങ്ങനെ ഒരു സൊല്യൂഷനേ ഇല്ല എന്നുള്ള രീതിയിൽ അവരോട് ചർച്ച ചെയ്ത് പ്രഖ്യാപിച്ച് ഉള്ളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവരുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർക്ക് ഇതിനെക്കുറിച്ച് അൺഅവെയർ ആണെന്നാണ്. ശരി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ കോപ്പി കട്ട് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് ഒരു കാര്യമുണ്ട് സാറേ, ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രൂപമാണ് ഇപ്പൊ നമ്മുടെ പുതിയ റെഗുലേഷൻ പ്രകാരം നിർബന്ധിക്കാൻ പോകുന്ന ഹൈബ്രിഡ് സിസ്റ്റം. അത് വെക്കുന്നവരെ എങ്ങനെ KSEB ഇപ്പൊ കൈകാര്യം ചെയ്യുന്നു സാറിന് അറിയാം. കൂടുതൽ പറയണ്ടല്ലോ. അല്ല, അങ്ങനെ ഇൻഡിവിജ്വൽ ബേർഡൻ ആക്കേണ്ട വിഷയം അല്ലെന്നുള്ളതാണ്. ഇതൊരു ഇതൊരു വളരെ അത്യാവശ്യം വേണ്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലത്ത്, ഇത്രയും പെനട്രേഷൻ ഇലക്ട്രിസിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ഇത് വളരെ നല്ലവണ്ണം ചെയ്യാം. ഇപ്പൊ വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ സാറ് ഈ പറഞ്ഞ പോലെ നമ്മുടെ LSTDക്ക് ഇത് സപ്പോർട്ട് ചെയ്ത് ചെയ്യാം. അല്ല, ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാറ് വാങ്ങിച്ച് വീട്ടിൽ ഇടുന്നതും ഒരു 10 പേർക്ക് വേണ്ടിയിട്ട് ഒരു കാർ വാങ്ങിക്കുന്നതും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ വ്യത്യാസമാണ് അവിടെ ഉള്ളത്. അതായത് നമ്മളിവിടെ എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്? പബ്ലിക് ട്രാൻസ്പോർട്ടാണ് കൂടുതൽ വയബിള്. അതുകൊണ്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് സാധാരണക്കാരന് കൂടുതൽ വയബിൾ ആയിട്ട് പോകാൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ ആൾക്കാർക്ക് ഒരേ രീതിയിൽ പോകാൻ പറ്റുന്നത്. അത് തന്നെയാണ് ഇതിന്റെയും പബ്ലിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പോയാ. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് കാർ പോലെയാണ്. പ്രൈവറ്റ് കാറിനേക്കാളും പ്രൈവറ്റ് കാർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലാണ്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ സാധാരണ ഒരു സോളാർ വെക്കുന്ന ഒരാളുടെ തലയിൽ ഈ പറയുന്ന ഇത് കൂടെ വെക്കുമ്പോൾ അത് വയബിലിറ്റി കുറയുന്നത്. അപ്പൊ സാധാരണക്കാർക്ക് വെക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അതാണ് ഇതിനകത്ത് എഫക്റ്റീവ്. അതായത് നമ്മുടെ പോളിസികളുടെ ഉദ്ദേശശുദ്ധി അതിന്റെ ഒബ്ജക്റ്റീവ്സിനെ ഇത് ഘടകവിരുദ്ധമായിട്ട് കട്ട് ചെയ്യാൻ നോക്കുന്നു എന്നതാണ് അതിന്റെ അവസ്ഥ. അല്ല സാറേ, നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ബസ് സിസ്റ്റം ട്രാൻസ്ഫോമർ ലെവലിൽ കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മീറ്ററിംഗ് സത്യം പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവര് TOD ബില്ലിലേക്ക് പോവുക. TOD ബില്ലിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ബസ് സിസ്റ്റം അവിടെ വെച്ചേക്കുന്നതിന്റെ ഒരു പ്രയോജനം അവിടെ വരും. അടുത്ത ചെറിയ സാറ് സംസാരിക്കും. ഇപ്പൊ കേൾക്കാമോ സാറേ? കേൾക്കാം. ഓക്കെ. അപ്പൊ സാറിന്റെ പ്രസന്റേഷൻ അത് മെയിൻലി ഒരു കമ്മ്യൂണിറ്റി ലെവൽ ബസ് സിസ്റ്റം അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിലുള്ള മൾട്ടിപ്പിൾ കൺസ്യൂമേഴ്സ്. അപ്പൊ എനിക്ക് സംശയം, ഈ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരൊറ്റ പ്രൊസ്യൂമറിന് ഒരു വെക്കാനുള്ള ബസ് സിസ്റ്റം അങ്ങനെ ഉള്ളതുകൊണ്ടോ?
ഉണ്ട് ഹൈബ്രിഡ് ഇൻവെർട്ടർ. ഹൈബ്രിഡ് Hybrid ഇൻവെർട്ടർ 10 inverter കിലോ വാട്ട്. എനിക്ക് ഓൾറെഡി ഇപ്പൊ ഞാൻ 5 കിലോ വാട്ടിന്റെ പാനൽ സോളാർ സിസ്റ്റം ആണ് വെച്ചിരിക്കുന്നത്. അത് Okay. നോർമൽ ഇൻവെർട്ടർ ആണ്. അപ്പൊ ഞാൻ ഒരെണ്ണം ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ഒരു 5 കിലോ വാട്ട് അവറിന്റെ ഒരു ലിഥിയം ബാറ്ററി സിസ്റ്റം വാങ്ങിച്ചിട്ട് രാത്രി KSEBിയുടെ ലൈൻ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതായത് 1.2 lakhs എന്നതിന് ചെലവ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇത് സിസ്റ്റം ശരിക്കും വർക്കൗട്ട് ആവുക. സാറിന് ഇപ്പൊ വെച്ചിരിക്കുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ 5 കിലോ വാട്ടിന്റെ ആണെങ്കിൽ അത് സിംഗിൾ ഫേസ് അല്ലേ? അതെ. ആ സിംഗിൾ ഫേസിൽ സാറിന് ഇനിയിപ്പോ ഒരു ആ AC കപ്പിളിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റം ഇല്ലാതെ സാറിന് ചെയ്യാൻ സാധിക്കും. ഇത് ഓഫ് ഗ്രിഡ് മോഡലിൽ വർക്ക് ചെയ്യില്ല. ഓഫ് ഗ്രിഡ് മോഡൽ വെക്കാം. ഓഫ് ഗ്രിഡ് ഒരു ടോപ്പിക്കിൽ വരുന്ന ഓഫ് ഗ്രിഡ് മോഡലിൽ സാറിന് വേറൊരു ഇൻവെർട്ടറും ഈ ബാറ്ററിയും വെച്ചുകൊണ്ട് സാറിന്റെ ലോക്കലൈസ് സിസ്റ്റം ലോക്കലൈസ് ചെയ്ത് സാറിന് യൂസ് ചെയ്യാം. അതിനൊരു പ്രശ്നമില്ല. ചെറിയ സാറേ, അതിൽ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാം. ഈ ഓൺ ഗ്രിഡിൽ നമ്മൾക്ക് ഇരിക്കുന്ന പാനലുകള് സപ്പോസ് ഒരു 2 സ്ട്രിങ് ഉണ്ടെങ്കിൽ ആ ഒരു സ്ട്രിങ് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഈ വെക്കാൻ പോകുന്ന ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം വരും. നമ്മൾ എപ്പോഴും KSEBിയിൽ നിന്ന് ബാറ്ററി ചാർജ് ചെയ്ത് രാത്രിയിൽ പീക്ക് ടൈമിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നും വരില്ലെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിന്റെ ഒരു എക്സ്പേർട്ട് പ്രകാരം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം വിശദമായിട്ട് പറയും അത്. ഇപ്പോ കറന്റ്ലി ഞാനിപ്പോ ലെഡാസ് ബാറ്ററി വെച്ചിട്ട് ഒരു ഗ്രിഡ് ഉണ്ട്. അതില് ഒരു സെപ്പറേറ്റ് പാനൽ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്, ഒരു MPPT കൺട്രോളർ വെച്ചിട്ട്. അപ്പൊ ഈ പുതിയ ലിഥിയം ബാറ്ററി സിസ്റ്റം 5 കിലോ വാട്ടിന്റെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഉദ്ദേശിക്കുന്ന ഡേ ടൈമില് നമ്മുടെ സോളാർ പ്ലാന്റിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യുക. നോർമൽ ചാർജിങ് KSEBിയിലേക്ക് പോകാതെ ലോക്കൽ ലൂപ്പായിട്ട് ചാർജ് ചെയ്യില്ല. ഒരു 6 മണിക്ക് ശേഷം KSEB പവർ കട്ട് ഓഫ് ചെയ്യുക. അങ്ങനെ അത് വർക്ക് ചെയ്യില്ലേ? തീർച്ചയായിട്ടും വർക്ക് ചെയ്യും. അതിന് പ്രശ്നമില്ല. തീർച്ചയായിട്ടും. അല്ല, അതിന് ഇൻവെർട്ടർ എവിടെയാണെന്ന് പറയാമോ? അതിനുള്ള ഇൻവെർട്ടർ എവിടെയാണ് വെക്കുന്നത് നിങ്ങള്? ഇൻവെർട്ടർ ഇപ്പൊ വെച്ചിരിക്കുന്ന സാധാരണ ഓൺ ഗ്രിഡ് സിസ്റ്റം 5 കിലോ വാട്ട് സിംഗിൾ ഫേസ് ഇൻവെർട്ടർ. അല്ല, മറ്റേതിന് വേറെ ഇൻവെർട്ടർ വേണം സാറേ. അതിന് വേറെ ഇൻവെർട്ടർ വേണം, അതാണ് കുഴപ്പം. അല്ല, മറ്റേതിന് വേറെ ഇൻവെർട്ടർ എന്തിനാണ്? ഞാനിപ്പോ ലൈനിൽ നിന്ന് തന്നെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്, ഈ 5 കിലോ വാട്ട് അവറിന്റെ ലിഥിയം ബാറ്ററി. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ ചാർജ് ഇൻവെർട്ടർ വേണ്ടേ? ഒരു ചാർജ് ഇൻവെർട്ടർ ചാർജ് കൺവെർട്ടർ കം ഇൻവെർട്ടർ വേണ്ടേ? അത് വേണ്ട. നമ്മുടെ നോർമൽ ലൈനിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യും, പകൽ ടൈമിൽ മാത്രം. ലിഥിയം ബാറ്ററി 52 വോൾട്ടിന്റെ ചെറിയ വോൾട്ടേജ് 52 വോൾട്ടിന്റെ പാക്ക് അല്ലേ? അല്ല, സാറിന് അങ്ങനെയാണെങ്കിൽ DC വയറിങ് വേണം. അല്ലല്ല, സാറ് ഉദ്ദേശിച്ച എനിക്കിപ്പം പറഞ്ഞ സാർ ഉദ്ദേശിച്ച അതല്ല. അത് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ സാധാരണ വീട്ടിലുള്ള സാറിപ്പോ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളുടെ വീട്ടിലെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ ഇരിക്കുന്ന ബാറ്ററി മാറ്റിയിട്ട് നമ്മൾ ഈ സാധനം ബാറ്ററി ഒക്കെ വെക്കുക. അപ്പൊ അതിന് അപ്പൊ ആവശ്യം പോലെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് ആയി ആവശ്യത്തിൽ വരും. വൈകുന്നേരം അത് ഓഫ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യമുള്ളൂ. നമ്മളിപ്പോ ടൈമർ സ്വിച്ച് വെച്ചിട്ടാൽ നമ്മുടെ KSEB സപ്ലൈ അങ്ങ് ഓഫ് ആകും. എന്നിട്ട് ഇപ്പുറത്ത് ഇതില് ഓണായി കിടന്നു കൊടുക്കും. പ്രശ്നമൊന്നുമില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക് അത് പോസിബിൾ. അതിനൊരു ബുദ്ധിമുട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പോഴുള്ള ഓഫ് ഗ്രിഡിനകത്ത് തന്നെ ഈ ബാറ്ററി അവന്റെ ഇപ്പോഴത്തെ ബാറ്ററി വേണ്ട കപ്പാസിറ്റി ഉള്ള ഒരു ബാറ്ററി വെക്കുക. അതിന്റെ ചാർജിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വയറിങ് ശരിയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചാർജ് ചെയ്ത് വൈകുന്നേരം വരെ ആകുമ്പോൾ കുഴപ്പം. ഒരു 6 മണിക്ക് ശേഷം KSEBിയുടെ സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡ്രോ ചെയ്തോളും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തോളും. അതിനകത്ത് ഒരു വയറിന്റെ പ്രശ്നമില്ല. as far as it is off grid, there is no issue. അതിന്റെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് സാറേ. ജയ്ജു ഒന്ന് സംസാരിക്കുമോ? ജയ്ജു മൈക്കോൺ ആക്കിയിട്ട് സംസാരിക്കുമോ? നമസ്കാരം. നമുക്ക് ഈ പറഞ്ഞ സാറ് പറഞ്ഞതിന് ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഓൺ ഗ്രിഡിനും ഓഫ് ഗ്രിഡിനും നമുക്ക് സെയിം പാനൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓൺ ഗ്രിഡ് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാനൽ വേസ്റ്റാണ്. പിന്നെ പാനലിൽ നിന്നുള്ള ജനറേഷൻ വരില്ല. നമുക്ക് സെയിം പാനലിൽ നിന്ന് ഒരു ഓഫ് ഗ്രിഡ് വെച്ചിട്ട് അതിനൊരു ഹൈബ്രിഡ് MPPT എന്ന് പറഞ്ഞ ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ആ പാനലിൽ നിന്ന് ഡയറക്റ്റ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ലൈവായിട്ട് ലോഡ് യൂസ് ചെയ്യാനും പറ്റും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനും പറ്റും. അതൊരു കണ്ടീഷനിൽ വരും. പിന്നെ ഈവൻ നമുക്ക്
പാനൽ തന്നെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ഒറ്റ ടൈമിൽ വർക്ക് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു 3000 വാട്ട് അല്ലെങ്കിൽ 4000 വാട്ട് നമ്മൾ പാനലിൽ നിന്ന് ജനറേഷൻ വരുന്നുണ്ട്, വീട്ടിലൊരു 2000 വാട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2000 വാട്ട് ഡയറക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ പാനലിൽ നിന്ന്. ബാക്കി 2000 വാട്ട് എക്സ്പോർട്ട് ചെയ്ത് പോകും. അങ്ങനത്തെ ഒരു മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ ഡിഫറെന്റ് മെത്തേഡുകൾ ഉണ്ട് ഈ സാധനം ചെയ്യാൻ. അപ്പൊ നമുക്ക് TOD ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. നമ്മൾ വീട്ടിലിരിക്കണ എക്സിസ്റ്റിംഗ് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിനെ മെയിൻസ് കട്ട് ചെയ്ത് നമുക്ക് ലൈവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കറണ്ട് പോയാലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ലൈവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എനർജി വേസ്റ്റ് വരുന്നില്ല. പിന്നെ ഈ TOD ബില്ലിങ്ങിന്റെ ആ ഒരു എമൗണ്ട് വ്യത്യാസം വരുന്നില്ല. ആ എല്ലാ ദിവസവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 മണി 10 മണി വരെ എല്ലാ ദിവസവും നമുക്ക് ഈ സാധനം നമ്മുടെ വീട്ടിലെ ലോഡുകൾ ലൈവായിട്ട് ഈ ഇൻവെർട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റും. ലിഥിയം ബാറ്ററി വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഇപ്പൊ എക്സിസ്റ്റിംഗ് നമ്മുടെ ഇപ്പൊ ഉള്ള 5 കിലോവാട്ടിന്റെ സിംഗിൾ ഫേസ് ഇൻവെർട്ടറിന് പാരലായിട്ട് ചെയ്യാൻ പറ്റുമോ? പാരലൽ അത് നമ്മൾ വീട്ടിൽ സാധാരണ ഇൻവെർട്ടർ, ഒരു എക്സിസ്റ്റിംഗ് സാധാരണ ഒരു ഇൻവെർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻവെർട്ടറും ബാറ്ററി ഉണ്ടെങ്കിൽ ആ ബാറ്ററിലേക്ക് നമുക്ക് ഈ പാനലിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അല്ല, പ്രശ്നങ്ങൾ അപ്പൊ അതിനകത്തുള്ള ഐസൊലേഷൻ പ്രശ്നം ഐസൊലേഷന്റെ പ്രശ്നമുണ്ടല്ലോ. അതാണ് അവിടെ ഒരു DC സൈഡിൽ ഒരു സ്വിച്ചിങ് സർക്യൂട്ട് വേണ്ടി വരും. അതാണ് അതിനകത്തെ ഒരു ഇതുള്ളൂ. ആ സ്വിച്ചിങ് അതാണ് ഹൈബ്രിഡ് MPPT എന്ന് പറഞ്ഞ ഡിവൈസ് വരുന്നത്. അതാണ് ഹൈബ്രിഡ് DC-യിൽ നമുക്ക് ഐസൊലേറ്റഡ് SMPS സ്വിച്ച് ചെയ്യുന്നത്. DC സൈഡിലേക്ക് പാരലൽ സൈഡിൽ ഒരു സ്വിച്ചിങ് സർക്യൂട്ട് വേണ്ടി വരും. ആ സ്വിച്ചിങ് സർക്യൂട്ടിന് നിലവിലെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നമുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അത് നിലവില് അതിന് ആ ഒരു സർക്യൂട്ടിന് അപ്രൂവൽ ഇല്ലെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പം മാർക്കറ്റിൽ ഒരു ഇൻവേർട്ടറൂടെ വരേണ്ടതുണ്ട്. അതായത് ഹൈ വോൾട്ടേജ് തന്നെ വർക്ക് ചെയ്യുന്ന ഈ ഹൈബ്രിഡ് എല്ലാം 48 വോൾട്ട് ആകുമ്പോൾ അതിന്റെ എഫിഷ്യൻസിയുടെ കുറവുണ്ട്. മറ്റേ 300 വോൾട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻവേർട്ടർ ഓഫ് ഗ്രിഡ് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഉള്ള ഓൺ ഗ്രിഡ് വർക്ക് ചെയ്യുന്ന അതേ എഫിഷ്യൻസിയിൽ ഓഫ് ഗ്രിഡ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ നടക്കും. അതിനകത്തോട്ട് പാനൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ളതിനേക്കാളും കൂടുതൽ കൊടുത്താൽ ഔട്ട്പുട്ട് റെക്കോർഡ് ലോഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി. ബാക്കിയുള്ളത് MPPT വേണ്ട, മാക്സിമം പവർ പോയിന്റ് വേണ്ട, ആവശ്യമുള്ള പവർ പോയിന്റിലേക്ക് എത്തിച്ചാൽ മതി. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്രിഡ് ഇല്ലാതെ തന്നെ നമുക്ക് പവർ എടുക്കാം. സാർ അങ്ങനത്തെ സാധനം ഇപ്പോൾ അവൈലബിൾ ആണ്, കിട്ടും. കോമ്പൻസേറ്റർ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ മെയിൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തിറക്കണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ സപ്ലൈ KSEB സപ്ലൈനെ DC ആക്കും, പാനലിൽ നിന്ന് DC ആക്കിയിട്ട് അതിനെ ഫ്ലോട്ട് ചെയ്തിട്ട് പാനലിൽ നിന്ന് വർക്ക് ചെയ്യും നമുക്ക്. അപ്പൊ പാനലിന്റെ പവർ കൂടുതലുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ 5000 വാട്ട് വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, പാനലിൽ ഒരു 4000 വാട്ട് വരുന്നുണ്ട്, ബാക്കി 1000 വാട്ട് KSEB എടുക്കുള്ളൂ. അല്ലല്ല, അത് അതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. KSEB എന്നുള്ളത് നമ്മുടെ ശത്രുവാണെങ്കിലും അവിടെ KSEBയിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ഫ്ലക്ച്വേറ്റിംഗ് ലോഡ് ആയിരിക്കും അല്ലേ? അല്ലല്ല, അത് സ്റ്റെബിലൈസ് ചെയ്തേ വരുള്ളൂ. സ്റ്റെബിലൈസ് ചെയ്യില്ല. സ്റ്റെബിലൈസ് ചെയ്തില്ല. പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ, പാനലിന്റെ പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ആ ബാക്കി പവർ അങ്ങോട്ട് പോകും. പാനൽ അത് KSEBിലേക്ക് തിരിച്ചു പോകില്ല. ഇല്ല, പോവില്ല. അതെന്ന് വെച്ചാൽ DC കപ്ലിംഗ് വെച്ചിരിക്കും. അപ്പൊ ഒരിക്കലും അത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുള്ളൂ, ഒരിക്കലും തിരിച്ച് അങ്ങോട്ടും പോകണ്ടല്ലോ. പാനൽ കൂടുതലുണ്ടെങ്കിൽ വേസ്റ്റ് ആവും അവിടെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞില്ല, നമുക്കൊരു 5000 വാട്ട് നമ്മള് ലൈവ് ലോഡ് 5000 വാട്ട് ഉണ്ടെന്ന് നോക്കിയാൽ നമ്മൾ പാനലിൽ നിന്ന് വേണ്ടത് ഒരു 4000 വാട്ട് ഉള്ളെന്നുണ്ടെങ്കിൽ കറണ്ടിൽ നിന്ന് സപ്ലൈ നിന്ന് ഒരു 1000 വാട്ട് എടുക്കുള്ളൂ. അതല്ല, നമ്മൾ പാനലിൽ നിന്ന് പറഞ്ഞ 6000 വാട്ട് ഉണ്ടെങ്കിൽ 5000 വാട്ട് ലോഡിലേക്ക് പോകും, ബാക്കി 1000 വാട്ട് വേസ്റ്റ് ആയി പോകും. അങ്ങനത്തെ ഒരു മെത്തേഡ്. അതിനകത്ത് ഈ നിങ്ങൾ പറയുന്നത് സോളാറിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെ എന്ന് പറഞ്ഞാൽ സോളാറിന്റെ കണക്ഷൻ സ്വിച്ച് ചെയ്തിട്ടേ പറ്റുള്ളൂ. അല്ലല്ല അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറ്റിയാൽ മതി സാറേ. ഓപ്പറേറ്റിംഗ് പോയിന്റ് ആവശ്യമുള്ള അത് നിങ്ങൾക്ക് ഒരു ലിമിറ്റേ ഉണ്ട്. ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറ്റാനായിട്ട് മിനിമം ഒരു റേഞ്ചിലേ പറ്റുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു 30% ഒന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. അല്ലല്ല, ഞാൻ ആദ്യകാലത്ത് ഞാൻ ഈ MPPT കൺട്രോളർ ഡിസൈൻ ചെയ്തിട്ടുള്ള ആളായിരുന്നു. അവിടെ അതിനകത്ത് ഒരു അൽഗോരിതം മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമുക്കത് വേണ്ട റിക്കോർഡ് പവറിലേക്ക് വേണ്ട രീതിയിൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും നമുക്ക് എപ്പോഴും. അത് 2 പോയിന്റ് ഉണ്ട്, റിക്കോർഡ് ഔട്ട്പുട്ട് പവർ. അങ്ങനെ ഫിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ചാർജ് കൺട്രോളറിൽ ആ ഒരു കൺട്രോളറിന്റെ ഔട്ട്പുട്ട് ഇൻവെർട്ടറിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പവറിലേക്ക് കിട്ടും കറക്റ്റായിട്ട്. അല്ല, അന്നേരം ഞാൻ ചോദിക്കുന്നതല്ല, എത്ര % വേരി ചെയ്യിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഈ ഒരു പാനലിന്റെ പവറിന്റെ എത്ര % വരെ വേരി ചെയ്യിക്കാൻ പറ്റും? എത്ര അതൊരു പ്രോബ്ലം. ഇതൊരു DC കപ്ലിംഗ് ആണ്. ശരിക്കും DCയിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. വെച്ചാൽ നമുക്കൊരു 400 വോൾട്ട് പാനലിൽ നിന്ന് വരുന്നുണ്ട്, പിന്നെ ഒരു 350 വോൾട്ടാണ് ലൈനിൽ നിന്ന് വരുന്നുണ്ടാവുള്ളൂ. അതിന് DC ആയിട്ട് ആ DC നമ്മൾ വേറെ ഇൻവെർട്ടർ വെച്ച് സ്വിച്ച് ചെയ്യാണ്. അപ്പൊ അവിടെ ഏത് സോഴ്സ് ആണോ കൂടുതൽ പവർ വരുന്നത് ആ സോഴ്സിൽ നിന്നായിരിക്കും വലിക്കുന്നത്. ആ സോഴ്സിന്റെ പവർ കുറഞ്ഞു പോയാൽ അടുത്ത സോഴ്സിൽ നിന്ന് വലിക്കും. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കും.
അല്ല ജയ്ജു, അവിടെ അതല്ല പറഞ്ഞു ഞാൻ വന്ന പറഞ്ഞത്. പോയിന്റ് എന്ന് അതല്ല വെച്ചാൽ പാനലിന്റെ ഞാൻ വോൾട്ടേജ്, പാനലിന്റെ വർക്കിംഗ് വോൾട്ടേജ് ഉണ്ടല്ലോ, ഈ ഒപ്റ്റിമൽ വോൾട്ടേജ് ഇപ്പം നമ്മൾ 42 വോൾട്ട് ആയിരിക്കും ഒരു ഇതിനകത്ത് MPPT പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ പോയിന്റിനെ മാറിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന്റെ വോൾട്ടേജ് ഫൈനലി ഈ DC വരുന്നത് മാറും. ഇപ്പം നിങ്ങൾ പറഞ്ഞ 400 വോൾട്ട് എന്ന് പറഞ്ഞാൽ പീക്ക് വോൾട്ടിലാണ് നിൽക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പം അവിടെ ആ MPPT കൺട്രോൾ വന്നിട്ടില്ല. പക്ഷെ ഈ കൺട്രോൾഡ് പവർ കൺവേർഷൻ അവിടെ വേണം. അങ്ങനത്തെ ഒരു സാധനം എൻ്റെ അറിവിലില്ല. ഈ നിങ്ങൾ പറഞ്ഞ ഡിവൈസ് ഏതാണെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു, ഞാനത് ഡയറക്റ്റ് ഷീറ്റ് നോക്കിക്കോളാം അതിന്റെ. അത് ആക്ച്വലി വർക്ക് ചെയ്യണമെങ്കിൽ അത് VMP അത് അഡ്ജസ്റ്റ് ചെയ്ത് വരും. ഇപ്പൊ VMP അഡ്ജസ്റ്റ് ചെയ്ത് പവർ സോളാറിൽ നിന്ന് കിട്ടുന്ന പവർ കുറഞ്ഞു പോയി, അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് അത് കറണ്ടിൽ നിന്ന് വലിക്കും ബാക്കിയുള്ളത്. മനസ്സിലായോ? ഇപ്പൊ സോളാർ പവർ ഇല്ലാന്ന് വയ്ക്കാം, മൊത്തം കറണ്ടിൽ നിന്ന് തന്നെ വലിച്ച് വർക്ക് ചെയ്യും. ഇപ്പൊ സോളാർ പവർ ഫുൾ ആണെന്നുണ്ടെങ്കിൽ സോളാറിൽ മാത്രം വർക്ക് ചെയ്യും. അത് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് ഹൈ പവറിലൊക്കെ വർക്ക് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അത് ഇപ്പൊ നമുക്ക് ഈ അതിനൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KCBയുടെ സാങ്ഷന്റെ ആവശ്യമില്ല. പിന്നെ ഇതെന്ന് വെച്ചാല് നമുക്ക് ഉപയോഗം വന്നത് ഈ കമേഴ്ഷ്യൽ സെക്ടറിൽ പകല് ലോഡുള്ള സ്ഥലങ്ങളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല യൂസ് ഉള്ളത്. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ചോദിക്കുന്നത് ഇതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പാനലിന്റെ മാക്സിമം വോൾട്ടേജ് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് അത് 500 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 500 വാട്ട് മാക്സിമം പോസിബിൾ ആണ് അവർ റേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 500 വാട്ടിൽ നിന്ന് എത്രമാത്രം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും MPPT കൺട്രോൾ വഴി? 0 മുതൽ 500 വരെ. 0 മുതൽ 500 വരെ. 0 തൊട്ട് 500 വരെ മാറ്റാൻ പറ്റുമോ? പറ്റും. അത് എനിക്കൊരു പുതിയ അറിവാ. അതെ, അതിനുള്ള നമ്മൾ ഈ VMP അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ശരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫില് ഇതിന്റെ ഗ്രാഫ് ആ രീതിയിലേക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എനിക്കൊരു പുതിയ അറിവാണ്. ആ രീതിയിൽ മാറ്റാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ അറിഞ്ഞിരിക്കുന്നിടത്തോളം പോലെ അതിനൊരു റേഞ്ച് വളരെ കുറഞ്ഞ റേഞ്ചിലുള്ള MPPT കൊണ്ട് മാറ്റാൻ പറ്റുള്ളതാണ്. അപ്പൊ അതങ്ങനെ പറ്റുമെങ്കിൽ അല്ലല്ല, അത് പറ്റും. അതിപ്പോ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോ നോർമൽ ഒരു പറഞ്ഞ ഒരു പാനല് ഇരിക്കുകയാണെന്ന് നോക്കുക. ഇപ്പൊ നമ്മളൊരു ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്ത് ബാറ്ററി ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ MPPT എന്നുള്ള കറണ്ട് 0 ആവും. ആ 0 ആവുന്നത് VMP വോൾട്ടേജിനെ മാറ്റിയാണ് ചെയ്യുന്നത്. അത് ആ കറണ്ടിനെ നമുക്ക് VMP അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റും അവിടെ. സാർ, അതുപോലെ ഒരു കാര്യം കൂടെ ഉള്ളത്, പണ്ട് കാലത്ത് സോളാർ പാനൽ പ്രഷ്യസ് ആയിരുന്ന സമയത്ത് നമുക്ക് MPPT അൽഗോരിതത്തിന്റെ ഓൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ദ മാക്സിമം പവർ. ഇന്നിപ്പോ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് വേറൊന്നുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് അത്രയും പവർ നഷ്ടപ്പെടുകയാണ്. അതായത് നമ്മളെ ഈ ഗ്രിഡ് കോർപ്പറേഷന്റെ മസ്റ്റർ എന്നുള്ള ആ ഒരു ഫിലോസഫിയെ പോയി അപ്പൊ അവിടെ വെറുതെ വേസ്റ്റ് ആയി പോകല്ലേ ബാക്കിയുള്ളത്, അല്ലേ? സാർ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഗ്രിഡ്, ഞാൻ ചോദിക്കുന്ന MPPT 0ലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പവർ വേസ്റ്റ് ആയി, പാനൽ വേസ്റ്റ് ആയി. അത്രേ ഉള്ളൂ, വേസ്റ്റ് ആയി. അത് എക്സ്പോർട്ട് ഇല്ലല്ലോ. എക്സ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കളയാം. എക്സ്പോർട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് എക്സ്പോർട്ട് ഇല്ല, സ്റ്റോർ ഇല്ല, നിങ്ങൾ ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെറുതെ പാനലിൽ വന്ന് വെയിൽ വന്ന് വീഴും, അത് നഷ്ടപ്പെടുന്നു. അത്രേ ഉള്ളൂ. അല്ല, അത് ഈ ഒരു കണ്ടീഷനിൽ വരുന്ന സമയങ്ങളിലാണ് വരുന്നത്. വെച്ചാൽ നമുക്ക് ഒരു കമേഴ്ഷ്യൽ ലോഡ് ഒരു 50 കിലോവാട്ട് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് 25 കിലോവാട്ട് വെച്ചാൽ ഫുൾ ടൈം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ല, അതിന്റെ വയബിലിറ്റി പോകും. അത്രേ ഉള്ളൂ. ക്ലാസ് നല്ലൊരു ജയ്ജു, ഒരു മിനിറ്റ്. ചെറിയ സാറിന് ഇത് ക്ലിയർ ആയോ? അതെ, ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വർക്ക്ഔട്ട് ആവുമെന്നുള്ള അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പൊ സാർ പറഞ്ഞ പ്രസന്റേഷൻ ശരിക്കും ഒരു കമ്മ്യൂണിറ്റി ലെവലിലുള്ള ബെസ്റ്റ് സിസ്റ്റം ആണല്ലോ. അപ്പൊ അതല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് സ്വന്തം റെസ്പോൺസിബിലിറ്റിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സാർ, അതിപ്പോ നിലവിൽ എക്സ്പെൻസീവ് ആണ്. അതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. സാറിനെ പോലെ തന്നെ എക്സ്പെൻസീവ് ആണ് ഇപ്പം. ഒരു 1.2 lakhs-നാണ് ഇപ്പൊ കിട്ടുന്നത്. ബാറ്ററി കിട്ടിയാൽ പോരാ, പിന്നെ ഒരു ഇൻവെർട്ടർ വേറെ വേണം. ആ ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഹൈ എഫിഷ്യൻസി ഉള്ള ഇൻവെർട്ടർ മാർക്കറ്റിൽ കുറവാണ്. ഇൻവെർട്ടറിന്റെ ആവശ്യം ഇല്ലല്ലോ. ഇത് നമ്മുടെ ലൈനിൽ നിന്ന് തന്നെ ഇപ്പൊ ഉള്ള പ്ലാന്റിൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ എന്നുള്ള ആ ലൈനിൽ നിന്ന് തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയാണ് അല്ല സാറേ, അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സാറേ. എന്ന് വെച്ചാൽ നമ്മളിപ്പോ സാറ് പറയുന്നത് പകല്
നേരെ ലൈനിൽ നിന്ന് വരുന്നു, നമുക്കിത് ബാറ്ററി ചാർജ് ചെയ്ത് DC ആക്കുന്നു. പിന്നെ ഈ DC-നെ നമ്മൾ വൈകുന്നേരം AC ആക്കണം, അല്ലെങ്കിൽ DC വയറിങ് വേണം സാറിന്റെ വീട്ടിൽ. ആ DC-ന്ന് AC ആക്കാനുള്ള ആ ഒരു ഇൻവെർട്ടർ അഡീഷണൽ വേണ്ടി വരും. ഇപ്പൊ നോർമലി ആ ഇൻവെർട്ടർ തന്നെയാണ് ഈ ചാർജിങ് ചെയ്യണതും ഡിസ്ചാർജിങ് ചെയ്യണതും ഈ ഒരൊറ്റ ഇൻവെർട്ടർ വെച്ചിട്ടാണ് സാധാരണ ഇപ്പൊ നോർമലി ചെയ്യുന്നത്. ആ ഒരു ഇൻവെർട്ടർ ഇല്ലാതെ ഇത് നടക്കില്ല. ആ സിസ്റ്റം ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ഓല കമ്പനി ഇപ്പൊ ലോഞ്ച് ചെയ്യുന്നുണ്ട് 5 kW 1.2 lakh. അത് കംപ്ലീറ്റ് ഫുൾ സിസ്റ്റം ആണ് അത്, ഇൻക്ലൂഡിങ് ഇൻവെർട്ടർ. അത് ഇൻവെർട്ടർ ഇൻബിൽറ്റ് ബാറ്ററി ഇൻവെർട്ടർ മാത്രമേ ഉള്ളൂ. ഒരു 5 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ ഇൻബിൽറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ യൂസ് ചെയ്യല്ലോ. അത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വളരെ ശരിയാണ്. അത് അതിനകത്ത് ഇൻവെർട്ടർ ഉണ്ട് അതിനകത്ത്. നമ്മൾ കേസിയുടെ ലൈൻ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് മാത്രമല്ലേ ഉള്ളൂ 6 മണിക്ക് ശേഷം. അതെ അതെ, അത് പറ്റും. ബെൻസൺ സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ഹിയറിംഗിൽ ജെയിംസ് കുട്ടി സാർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഹിയറിംഗിൽ ചെയർമാനെ നേരിട്ട് കണക്കൊക്കെ പഠിപ്പിച്ചാണ് നമ്മള്. അവര് പറഞ്ഞ വെഹിക്കിൾ ടു ഗ്രിഡിന് അവര് 9 രൂപ 30 പൈസ തരാന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 വർഷം ഇത് വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ 1,80,00,000 രൂപയാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. എന്റെ കണക്ക് കൂട്ടി നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ആക്ച്വലി സാധാരണ ഇപ്പൊ ഈ നമ്മുടെ വെഹിക്കിൾ ചാർജിങ്ങിന് പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വല്ലപ്പോഴും വെഹിക്കിൾ വന്നായി അവർക്ക് അതിന്റെ ROI കിട്ടുന്നില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി കിട്ടുന്ന ഒരു ROI കിട്ടുന്ന ഒരു തന്നെ. ഇത് നമ്മള് ചെയർമാന്റെ അടുത്ത് പറഞ്ഞ് കണക്കടക്കം അവതരിപ്പിച്ച് പറഞ്ഞു കൊടുത്താണ്. ഇതൊന്നും അവര് ചെയ്യിക്കൊള്ളില്ല. അല്ല ജയിച്ചു, നമ്മൾ ഒരു കാരണവശാലും ഈ ചെയർമാനെയോ അല്ലെങ്കിൽ KCRC ചെയർമാനോ അല്ലെങ്കിൽ KCBL ചെയർമാനെയോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഓഫീസറോ ഇതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. നമ്മുടെ നാട്ടുകാരോട് പറഞ്ഞ് നാട്ടുകാരുടെ മേല് ഒരു നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഇവരുടെ അടുത്തോട്ട് ഈ ടെക്നിക്കൽ എക്സ്പേർട്ടിന് ഒരു സമ്മർദ്ദം വരുമ്പോഴല്ലാതെ ഇവരൊരു കാര്യം ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് പക്ഷെ ചെറിയാൻ സാറിനോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് ഈ നമ്മുടെ ഈ എനർജി സെക്ടറിൽ പോലെയുള്ള സാർ നേരത്തെ ജോലി സാർ വ്യക്തമായിട്ടൊരു ഇത് പറഞ്ഞു, അതായത് ട്രാവലിന്റെ ഇതുപോലെ ഈ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് നമ്മുടെ ഹൗസ് ഹോൾഡ് ലെവലിലേക്ക് ഇതിന് ചുരുക്കരുത്. കാരണം ഇതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ മാക്സിമം നാഷണലിന് വേണ്ടി ഉപയോഗിക്കണമെന്നേ. അപ്പൊ ഇതുപോലുള്ള ബസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അല്ല നമ്മൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളിലേക്ക് ചുരുങ്ങി അതിന് പകരം ഒരു പബ്ലിക് യൂട്ടിലിറ്റി എന്നുള്ള രീതിയിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഡിസ്കോം ഇത് സുന്ദരമായിട്ട് ചെയ്യാനുള്ള അവസ്ഥ ഉള്ളപ്പോൾ ഇത് കാരണം സാർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും മെനക്കെട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ അസോസിയേറ്റഡ് പ്രോബ്ലംസ് കണ്ടവാനുണ്ട്. ആ തലവേദന നമ്മളല്ല എടുക്കേണ്ടത്. ഇതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വശം വന്ന് സാറിനെ പോലുള്ള ഒരാൾ ചെയ്യുന്നത് അതൊരു ടെക്നോളജിക്കൽ ഇൻട്രസ്റ്റിന്റെ പുറത്തായിരിക്കും. അത് ചെയ്യട്ടെ, അത് നല്ലതാണ്. തീർച്ചയായിട്ടും അല്ല അതൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ പബ്ലിക് അറ്റ് ലാർജിൽ നോക്കുമ്പോൾ നമ്മൾ ഈ കുറെ കാര്യങ്ങളെങ്കിൽ ഇത് നാഷണൽ ഇതായിട്ട് വരണം. അപ്പൊ ഇപ്പൊ അല്ല മാഡം, അതിനൊന്നൊരു കാലാവധി ഒന്നും നമ്മൾ വെക്കണ്ട. നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ ട്രിവാൻഡ്രത്ത് ഒരു മെട്രോ വന്നിരിക്കും, മനസ്സിലായില്ലേ? അതൊക്കെ തീരുമാനിക്കുന്നതും അതിന്റെ ഒരു പോക്കുണ്ട്. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ രീതി അല്ല ഇനി വരാൻ പോകുന്ന ഒരു 5 വർഷം. അജിത്ത്, ഇത് സുന്ദരമായ സ്വപ്നം. അവർക്കിത് അറിയാൻ മേലാഞ്ഞിട്ടല്ല, അവര് ഇത് ചെയ്യാതെ പുറംതിരിഞ്ഞു നിൽക്കുന്നു. ഇനി അടുത്തത് ഈ 9 രൂപ 30 പൈസയുടെ കേസ് വിചാരിച്ച് ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ അതിന്റെ വില എത്രയാവുമെന്ന് ജോർജ് സാർ പറയും. ഇത് ആൾക്കാർ 10 പേര് കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അവരപ്പോഴേ അത് ഇടിച്ച് താഴെയാക്കും. അപ്പൊ അതുകൊണ്ട് അത് KCBക്ക് കറണ്ട് വിറ്റ് ലാഭം ഉണ്ടാക്കാമെന്ന് തൽക്കാലം വിചാരിക്കണ്ട. പക്ഷേ വേറുള്ള നെയ്ബർഹുഡിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം വല്ലതും നടക്കും. അല്ല സാറേ, നമ്മളത് നമ്മുടെ യുക്തിയോടെ അതിനകത്ത് ഉപയോഗിക്കണം, മനസ്സിലായില്ലേ? ഇപ്പൊ അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നമ്മുടെ വൈദ്യുതി ബില്ല് ഒന്ന് ക്രമീകരിക്കാനും അല്ലെങ്കിൽ നമുക്കൊരു സഫീഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു സംഗതിയിൽ ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ അത്യാവശ്യം ഒരു ബാറ്ററിയൊക്കെ വെച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ. സോ അതിനപ്പുറം നമ്മൾ അപ്പുറത്ത് വെച്ചു ഇപ്പുറത്ത് വെച്ചു അവിടെ വെച്ചു ഇവിടെ വെച്ചു എന്നൊക്കെ വെച്ചവർക്കാണ് ഈ കൂടുതൽ ഈ പ്രശ്നമായിട്ട് വന്നത്. അല്ലാത്തവർക്ക് ഇതൊരു വിഷയമേ അല്ല. ഇത്തരം സാറി പറഞ്ഞ പോലെ തിരിച്ചു പോക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. എനിക്ക് ഏറ്റവും പേടി ഗ്രൂപ്പ് ഒന്നിലെങ്ങാണ്ട് പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും നമ്മൾ കാർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വിൽക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ കാർ V2G അങ്ങനെയൊന്നും അബദ്ധത്തിൽ ആരും പോയി ചാടരുത്. അവരവർക്ക് കാർ ഉണ്ടെങ്കിൽ കാർ എടുക്കുക. കാറിന് എൻ്റെയർലി വേറെ പർപ്പസ് ആണ്. ഒരു കാരണവശാലും ഇവർക്ക് കൊടുത്ത് 9 രൂപ 50 പൈസ നേടി ലാഭം ഉണ്ടാക്കാന്ന് കരുതി ആരും അത് ചെയ്യരുത്. പിന്നെ അതൊക്കെ ഒരു അങ്ങനെ ചിലപ്പോൾ ചുരുക്കം ചിലർക്ക് അവസരം വന്നാൽ അവർക്ക് അത് ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. അത് നമ്മുടെ യുക്തി വേണം അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ ജയ്ജു, ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ജയ്ജു?
ഇല്ല. അപ്പൊ ഏകദേശം അതിന്റെ കണക്ക് മനസ്സിലായല്ലോ. ശരിക്കും ബസ് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈവൻ നമ്മുടെ ഫീസിബിലിറ്റി 150% ആക്കിയാൽ പോലും പ്രോബ്ലം ഇല്ല. അതേമാതിരി തന്നെ ഈ ട്രാൻസ്ഫോമർ കത്തിപ്പോണത്, ഓവർലോഡിങ് കാര്യങ്ങളെല്ലാം ഒഴിവാകും. KICBക്ക് ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അത് അവര് ചെയ്യുന്നില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. യെസ്. അടുത്ത അത് തോമസ് തന്നെയാണ് എബ്രഹാം സാർ. നമ്മള് നേരിടുന്ന പ്രശ്നം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാർ. എന്റെ പേര് ശിവൻ. ഞാൻ ഇടയ്ക്കൊരു ന്യൂസ് കണ്ടായിരുന്നു. ബസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കേന്ദ്ര സർക്കാർ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു ന്യൂസ് കണ്ടായിരുന്നു. 900 കോടി രൂപയുടെ പ്രോജക്റ്റ് എന്നും പറഞ്ഞു. അതുള്ളതാണോ? എങ്ങനെ അതെ. ഒരു ന്യൂസ് കേട്ടായിരുന്നു. അത് അസോറിന് ഉള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആണല്ലേ? അതെ അതെ അതെ, അതിനൊരു പ്ലാൻ ഉണ്ട്. അത് KICBക്ക് ഒരു പ്ലാൻ ഉണ്ട്. അത് വയബിൾ. ഇവർക്ക് നമുക്കറിയാമല്ലോ, ഇതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ഇപ്പൊ ഇതിനെ യൂട്ടിലിറ്റി ലെവലുകളിൽ സ്റ്റോറേജ് സിസ്റ്റത്തിനെ കണ്ടമാനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഗ്രിഡ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് വളരെയധികം ഇത് ചെയ്യുന്നുണ്ട്. ഗ്രിഡിന്റെ റെസ്പോൺസ് നമ്മൾ പറഞ്ഞ LPയിലുള്ള പോലെ തന്നെ അത് ഗ്രിഡ് ലെവലിലും EST ലെവലിലും 220 kV ലെവലിലും വോൾട്ടേജ് ലെവലിലും ഒക്കെ ഇതിന്റെ ആവശ്യമുണ്ട്. ഗ്രിഡിന്റെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാനും ആ ചേഞ്ചസിനെ മാനേജ് ചെയ്യാനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം. അതുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ കണ്ടമാനം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞ് വലിയൊരു ഫണ്ട് തന്നെ അതിനുണ്ട്. ആ ഫണ്ട് KICBയുടെ പ്രപ്പോസലിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം ആ ഫണ്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് പ്രയോജനം അല്ലല്ല, ഇത് KICB അല്ല സാർ. ഇതിന്റെ എക്സിക്യൂട്ടീവ് ഏജൻസി KICB അല്ല. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ്. അവരാണ് അല്ല അത് പ്രൊജക്ട് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ അതെല്ലാം KICBയുടെ 100% സെൻട്രൽ ഗവൺമെന്റ് അല്ല. സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീം കൊണ്ടുവരും. അത് സ്റ്റേറ്റിൽ കൊണ്ടുവരണം. അല്ലല്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീം പ്രകാരം കേരളം ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതിന് കൃത്യമായിട്ട് ഒരു ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് കേരളത്തിന് കിട്ടും. അവർ നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അവർ BECനെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യും അവർ സബ്സ്റ്റേഷനിൽ. അതിന് കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ മനസ്സിലാക്കിയത് പോത്തങ്കോട് ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്, വർക്ക് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ആൾക്കാർ പറഞ്ഞു കേട്ടത്. അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അത് പോത്തങ്കോട് KICBയുടെ കീഴിലായിരിക്കും വരിക. അതിന്റെ പൈസ, അതിന്റെ കോസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തരുന്നത് കഴിഞ്ഞിട്ടുള്ള ബാക്കി കോസ്റ്റ് കൺസ്യൂമർ തലയിലേക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ ARR വഴി തലയിടുന്നു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിൽ KICBയോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നേരെ അങ്ങോട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 100% ഫണ്ടിലൊക്കെ പോകുള്ളൂ. അല്ലെങ്കിൽ അത് BECN ചെയ്തോളൂ, NTPC ചെയ്തോളൂ. അത് കേരളത്തിന്റെ ഒരു ഫണ്ടേ നമ്മൾ ചോദിക്കത്ത് പോലും ഇല്ല. നമ്മുടെ പത്രത്തിൽ പോലും വരിക അല്ലാതെ തന്നെ ചെയ്യും. ഓക്കെ, അടുത്തത് തോമസ് എബ്രഹാം സാർ സംസാരിക്കും. മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട് സാർ. സംസാരിക്കാമോ തോമസ് എബ്രഹാം? കേൾക്കാമോ സാർ? ഇപ്പം കേൾക്കാം. ഓക്കെ സാർ, തോമസ് എബ്രഹാം. എനിക്ക് താങ്ക് യു മിസ്റ്റർ ബെൻസൺ ഫോർ യുവർ ഗുഡ് പ്രസന്റേഷൻ. എനിക്ക് അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പൊ ഇവിടെയുള്ള ട്രാൻസ്ഫോമറുകളിൽ എത്ര ട്രാൻസ്ഫോമറുകൾ ഇപ്പൊ 90% ലോഡഡ് ആയിരിക്കും? അറിയാം, നമുക്ക് ഡേറ്റ ഉണ്ടോ നമ്മുടെ കയ്യിൽ? അത് സാറേ, അതായത് സെഷൻ ഓഫീസുകളിൽ അതിന്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ താങ്കളെ പറഞ്ഞ ഈ പ്രസന്റേഷൻ അനുസരിച്ച് ഇവർ ഈ പറഞ്ഞ പോലെ 90% ലോഡഡ് ആയിട്ടുള്ള ട്രാൻസ്ഫോമറുകളെല്ലാം ഇത് വെക്കാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രപ്പോസൽ കൊടുക്കാമല്ലോ. അവിടെ ആയിരിക്കില്ല മാക്സിമം യൂട്ടിലിറ്റി വരുന്നത് ഇതിനെ കുറിച്ച്. അതെ തീർച്ചയായിട്ടും. നമുക്ക് അത് അങ്ങനെ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു KICBയുടെ സൈറ്റിൽ ഈ ഡേറ്റ അവൈലബിൾ ആണ്. അതെ, അപ്പൊ നമുക്ക് എത്രയൊക്കെ ട്രാൻസ്ഫോമേഴ്സ് കേരളത്തിൽ ഇപ്പോൾ മാക്സിമം ലോഡർ ആണെന്ന് കണ്ടിട്ട് അവിടെ നമുക്ക് ബസ് വെക്കാനായിട്ട് ആവശ്യപ്പെടാമല്ലോ. അപ്പൊ അവിടുത്തെ ആ ഏരിയയിൽ മാത്രമായിരിക്കുമല്ലോ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഈ പറയുന്ന ഹൈ വോൾട്ടേജും സ്റ്റെബിലിറ്റി ഇഷ്യൂ ഒക്കെ ഉള്ളത് അല്ലേ? കോൺസെൻട്രേറ്റ് ഈ ഓൾ കേരള കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമുക്ക് ഈ സ്പെസിഫിക് ആയിട്ട് അർബൻ ഏരിയാസിൽ മാത്രം സാച്ചുറേഷൻ കൂടുതൽ സോളാർ പെനിട്രേഷൻ ഉള്ള ഏരിയാസിൽ മാത്രം ഇത് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കില്ല കുറച്ചുകൂടെ വയബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. സാറേ, അത് തന്നെയാണ് നമ്മൾ ആ വരുന്ന സിറ്റുവേഷൻ വേഴ്സ് ആയിട്ട് ഫേസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഗ്രാജുവലി ഇത് കൊണ്ടുവരിക. അപ്പൊ അത് സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് എത്തും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു 5-10 ട്രാൻസ്ഫോമേഴ്സ് ഐഡന്റിഫൈ ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ അവിടെ ട്രാൻസ്ഫോമറിൽ ഒരു ബസ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു കൊടുക്കാമല്ലോ. വി ക്യാൻ ഹാവ് എ ഡെമോൺസ്ട്രേഷൻ. ആദ്യം തന്നെ KICB അതിനെ അനുവദിക്കണ്ടേ സാറേ? നമ്മുടെ വിജയം.
അവിടെയാണ് നമ്മുടെ വിജയം. അതല്ല അതല്ലെങ്കിൽ മിസ്റ്റർ ചെറിയാൻ പറഞ്ഞ പോലെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഈ പറഞ്ഞ പോലെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വാങ്ങിച്ചു വെക്കാം. അദ്ദേഹം പറഞ്ഞത് ആക്ച്വലി ഈ പറഞ്ഞ ഈ എനിക്ക് തോന്നുന്ന ഓലായുടെ ഒരു ഇൻവെർട്ടർ ഉണ്ട് ഇപ്പം. ഈ പ്ലഗ് ആൻഡ് പ്ലേ ആണത്. ഇറ്റ്സ് അറൌണ്ട് ഈ പറഞ്ഞ 6 കിലോ വാട്ടിന് 1.3 lakhs എന്തോ ആണ്. അവർ ഓൾറെഡി ഓൺലൈൻ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 900 rupees എന്തോ കൊടുത്തിട്ട് നമുക്ക് റിസർവ് ചെയ്യാമെന്ന് ഞാൻ അവരുടെ സൈറ്റിൽ കണ്ടു. അത് ആ സെല്ലുകളെല്ലാം തന്നെ ഈ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സെല്ലാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് 4830 അങ്ങനത്തെ ഒരു കോൺഫിഗറേഷനാണ്. സാറിന് നമ്മളെ ഇപ്പോൾ ഉള്ള എല്ലാം ചെറിയ സെല്ലാണ്. 1860 ആണ്. 18 mm ഡയമീറ്ററും 60 mm ഹൈറ്റും ഉള്ള ചെറിയ സെൽസാണ് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ ഇൻവെർട്ടറിൻ്റെ അകത്തും. അതിന് പകരം അവരിപ്പോൾ ഒരു പുതിയ കൊറിയൻ ടെക്നോളജി വെച്ചിട്ടാണ് ഈ പുതിയ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ ഡെമോ ഞാൻ കാണാൻ ഇടയായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സെല്ല് കംപ്ലീറ്റ് ഏകദേശം അവർക്ക് ഒരു ദിവസം 1.2 lakhs എന്തോ സെൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്. ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അപ്പോൾ അത്രമാത്രം ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് നമ്മളിവിടെ. പറഞ്ഞത് മാത്രം. അപ്പം ചെറിയാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെയൊക്കെ വേണമെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ KSEB അവിടെ ചെയ്യും, അവിടെ കൊണ്ടുവന്ന് വെക്കും എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. കാര്യം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ വീട്ടിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ 3.4 kilowatt-ൻ്റെയാണ് എൻ്റെ ഈ സോളാർ പ്ലാന്റ്. ഒരു 3 വർഷമായി വെച്ചിട്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആവും വോൾട്ടേജ് കൂടിയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫോമറെ മാറ്റി കണക്ട് ചെയ്ത് നോക്കി ഒരിക്കൽ. അപ്പം വോൾട്ടേജ് കൂടി. ഇത് തിരിച്ച് പഴയയിടത്ത് തന്നെ കണക്ട് ചെയ്തു. അപ്പോഴും ഈ പ്രശ്നം. പിന്നെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞാൻ ലൈൻ അങ്ങോട്ട് മാറ്റി കൊടുക്കും. പക്ഷെ വേറെ മാർഗം ഒന്നുമില്ല. അവർക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇതാണ് ഇപ്പോഴത്തെ സംഭവം. അല്ല ഇതിനകത്ത് അതിന് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ചേരണേ. ഞാനതിൽ ജോയിൻ ചെയ്ത് ജസ്റ്റ് അതിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കത് അപ്പൊ അതിന്റെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ കാര്യം ഞാൻ ഒന്നും സപ്ലൈ ചെയ്യാണ്. KSEB-യുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഡേറ്റ ഒന്നും ഇവിടെ ഇല്ല. KSEB-യുടെ നെറ്റിലും ഇല്ല. നിങ്ങൾ അവിടെ കിടക്കുന്ന ഡേറ്റ, ഒരു ട്രാൻസ്ഫോമറിന്റെ ഡേറ്റ ഇവർ കൃത്യമായിട്ട് എടുക്കുന്നില്ല. ട്രാൻസ്ഫോമറിന്റെ ഡേറ്റ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പീക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അത് ഒരു സെക്ഷനിലും കൃത്യമായിട്ട് എടുക്കുന്നില്ല. കേരളത്തിൽ വല്ലയിടത്ത് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ പീക്കുകൾ എടുക്കുന്നത് നൈറ്റ് പീക്കാണ്. സോളാർ പീക്ക് എടുക്കുന്ന ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. ഒരു ഡേറ്റ ഇവിടെ KSEB-യുടെ സൈഡിൽ കിടപ്പില്ല. അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കിടക്കുന്ന? വളരെ കറക്റ്റാണ് സാർ. കാര്യം ഞാൻ ട്രാൻസ്ഫോമർ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാന്റ് മാറ്റിയിട്ട് പോലും ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ. അതന്നെ ഞാൻ പറഞ്ഞത്. അത് ആർക്കും അറിയില്ല. അത് അറിയണമെങ്കിൽ നിങ്ങൾ സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് ലോഡ് പ്രൊഫൈൽ എടുക്കണം. എപ്പോഴാണ് സോളാർ കൂടുതലുള്ളതും ലോഡ് കുറവുള്ളതും ലോഡിനേക്കാളും കൂടുതൽ സോളാർ ഇഞ്ചക്ഷൻ ഉള്ളതെന്ന് എപ്പോഴാണെന്ന് നമ്മൾ അറിയണം. എന്നിട്ട് വേണം അവിടെ കൊണ്ടുപോയി ഈ പറയുന്ന സ്റ്റോറേജ് വെക്കാൻ. ആ ഡേറ്റ ഇല്ലാതെ കൊണ്ടുപോയി പൈസ മുടക്കിയ ഒരു പ്രയോജനം ഇല്ലാതെ നടക്കത്തില്ല. എനിക്ക് ട്രിവാൻഡ്രം സിറ്റിയിൽ 1-2 ട്രാൻസ്ഫോമർ 90% ഓർഡർ ആയിട്ടുള്ള അറിയാം. അതുകൊണ്ടാണ് ഞാൻ അല്ലല്ല 90% ലോഡഡ് എങ്ങനെയാ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. സോളാർ കപ്പാസിറ്റി കൊടുക്കുന്നില്ല. ഒരു സോളാറിന് പുതിയ കണക്ഷൻ കൊടുക്കുന്നില്ല. സോളാർ കപ്പാസിറ്റി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ ശരി തന്നെ. പക്ഷെ അതിനകത്ത് ആ ലൈനിലെ ലോഡിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ മാത്രമല്ലേ കാര്യമുള്ളൂ. രാവിലെ 6 മണിക്കില്ല, 2 മണിക്ക് തൊട്ട് രാവിലെ 11 മണിക്ക് തൊട്ട് 2 മണി സമയത്തുള്ള സോളാർ പ്രൊഡക്ഷൻ എത്രയാണെന്നും ആ ഫേസിലുകളിലെ ലോഡ് എത്രയാണെന്നും നമ്മൾ പ്രൊഫൈൽ എടുത്താലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ KSEB ഏതെങ്കിലും സ്ഥലത്ത് എടുക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു. അത് ആർക്കും അറിയില്ല സാർ. കൊടുത്താൽ മതി. നമ്മൾ വോൾട്ടേജ് കൊടുക്കാൻ പറ്റും. വിവരം ലഭ്യമല്ല. നമുക്ക് വോൾട്ടേജ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല, ലഭ്യമല്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള സിസ്റ്റം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അവരെടുക്കുന്നത്? അതാണ്. അതായത് പിന്നെ തോമസ് അബ്രഹാം ഒരു കാര്യമുണ്ട്. നിങ്ങൾ ലൈൻ സാപ്പ് ചെയ്യുന്നത് അവർ കണ്ടുപിടിച്ചില്ല എന്ന് പറയണ്ട. അവർക്ക് വിത്ത് റിട്രോ എഫക്ട് നിങ്ങൾ എത്ര ദിവസം മാറ്റിയിട്ടുണ്ടെന്ന് അവരിൽ ഉണ്ട് ഡേറ്റ. അത് മീറ്ററിൽ കിടപ്പുണ്ട്. മീറ്ററിലെ ഡേറ്റ ഇല്ല. എങ്ങനെ കിട്ടും? ഉണ്ട്. അത് മീറ്റർ ഒന്ന് പഠിക്കുക. അപ്പൊ ഉണ്ട്. മീറ്ററിനകത്ത് ട്രാൻസ്ഫോമർ മാറി അറിയില്ല. അറിയാൻ പറ്റില്ല. നിങ്ങളുടെ തോമസിന്റെ സിംഗിൾ ഫേസ് അല്ലേ പിന്നെ ഇൻവെർട്ടർ? അതെ. എക്സ്പോർട്ട് പോകുന്നത് ഏത് ഫേസിലാണെന്ന് അവിടെ കൃത്യമായിട്ട് വിവരമുണ്ട്. സാറേ അവർക്ക് ഒന്നും അറിയില്ല. ഈ പുതിയ 2020 റെഗുലേഷൻ എന്ത് ഡാറ്റ പ്രകാരമാണെന്ന് വിവരാവകാശ പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോ അത് പോലും അവർക്ക് അറിയില്ല. അത് എന്ത് ഡാറ്റ പ്രകാരമാണ് ഇന്ന കാര്യങ്ങള് ഇവര് ഇതിനകത്ത് എടുത്തേക്കണത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു ഡാറ്റ ഇല്ല. ഇനി ഈ സാധനം ഡാറ്റ വന്നിട്ട് വേണം നിങ്ങൾക്ക് തരാൻ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് മറുപടി തന്ന ആൾക്കാരെ ഇവര്.
അപ്പൊ ഞാന് ഇത് ഒരു ഞാൻ R&D മോഡ് ചെയ്തോണ്ടാണ് എന്തൊക്കെ ചെയ്യുന്നത്, അങ്ങോട്ട് മാറ്റി എന്താ പ്രശ്നം എന്ന് അറിയണമല്ലോ എന്ന് വെച്ചിട്ട്. അല്ല, അതിനകത്തെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ നോക്കുന്ന അവിടുത്തെ സൂപ്രണ്ട് ഫേസ് എന്നാ ന്യൂട്രൽ ആണെന്ന് അറിയാൻ മേലെ, പിന്നെ എങ്ങനെയാ അവരുടെ അല്ല അൾട്ടിമേറ്റ് ആയിട്ട് സാറേ, നമ്മള് ഇതിങ്ങനെ ഇതുമായിട്ട് പ്രഷറൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്മാർട്ട് മീറ്ററിലേക്ക് വന്ന് കാര്യം നിൽക്കും. ഇതില്ലാതെ ഒരു പുണ്ണാക്കും ഇവിടെ നടക്കില്ല എന്നുള്ള സംഗതി വളരെ ക്ലിയർ ആവും. അതിന് വളരെ ക്ലിയർ അല്ലേ ആണല്ലോ. എല്ലാം വന്ന് ഇടിച്ചു നിൽക്കുന്ന സ്മാർട്ട് മീറ്ററിലാണല്ലോ. സ്മാർട്ട് മീറ്ററിനകത്ത് EMI-ക്കകത്താണ് എല്ലാം കൊണ്ട് ഇടിച്ചു നിൽക്കുന്നത്. അത് അവിടെ പറഞ്ഞാൽ അന്നേരം മനസ്സിലായാൽ ഇപ്പോഴും അവർക്ക് ഇപ്പോഴും അവരുടെ നിലപാടിൽ നിന്ന് പുറകോട്ട് വരാണ്ട് വലിയ പാടല്ലേ. നമ്മുടെ ഇൻവേർട്ടർ, നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലിരിക്കുന്ന ഇൻവേർട്ടർ ഒരു സ്മാർട്ട് സാധനമാണ്. അത് അവർക്കിപ്പോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. കാര്യം ഈ ഡേറ്റ മുഴുവൻ ചൈനയിലും അമേരിക്കയിലൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ ഇവിടുത്തെ ഡേറ്റ അല്ല. ഇത് പറഞ്ഞപ്പോൾ കാര്യം പറയാം, ഇതിനകത്ത് തന്നെ അവരിപ്പം പറഞ്ഞിരിക്കുന്ന അവർക്ക് ഈ റെഗുലേഷനകത്ത് തന്നെ അവർക്ക് അറിയില്ല. നിങ്ങൾക്ക് അതിനകത്ത് നോക്കി ഇതിനകത്ത് ശരിക്കും ഞാൻ ഇന്ന് ഇപ്പം വായിച്ചപ്പോൾ ഞാൻ കണ്ടത്, ഈ റെഗുലേഷനകത്ത് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഇൻവെർട്ടറിനകത്ത് ഇന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. ആ ഓപ്ഷൻ ഓൾറെഡി ഉള്ള കാര്യം പോലും അവർക്ക് അറിയില്ല. അതന്നെ ഞാൻ പറഞ്ഞത് അവർക്കറിയില്ല. അവരതിനകത്ത് റെഗുലേഷനകത്ത് തന്നെ കയറ്റിരിക്കുന്നത് വെച്ചാല് നിങ്ങളുടെ ഇതിനകത്ത് സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് ഇത് സ്മാർട്ട് മീറ്റർ വെക്കുന്ന കൺസ്യൂമർ അല്ല, ഈ പറഞ്ഞ സാധനം ഓപ്ഷൻ ഉണ്ട്, BAS ഉള്ള അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് അവർ പറയുന്നത് നിങ്ങൾ സ്മാർട്ട് മീറ്റർ വെച്ചിട്ട് ഈ പറയുന്ന ഓപ്ഷൻ ഉള്ള ഇൻവെർട്ടർ കൂടെ വെച്ചാൽ നിങ്ങൾക്ക് കണക്ഷൻ തരാം. എന്താ അവര് പറയണമെന്നല്ല അവർക്ക് തന്നെ അറിയില്ല. അപ്പൊ അതാണ് അവരുടെ ലെവൽ ഓഫ് ഈ പറയുന്ന സ്റ്റേറ്റ്. അതാണ് പറയുന്നത്. അപ്പൊ റെഗുലേഷനകത്ത് തന്നെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ പബ്ലിഷ് ചെയ്ത റെഗുലേഷനകത്ത് ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ സാർ, ചില സാറ് പറഞ്ഞതേ ആ സാധനം വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അടുത്തോടൊന്ന് പറയണേ, എനിക്കൂടെ ആഗ്രഹമുണ്ട് ഒന്ന് വാങ്ങിച്ചത്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അതൊക്കെ പറ്റുള്ളൂ. പിന്തിരിപ്പിക്കുകയല്ല ഒരു കാര്യം, ഓലയുടെ സ്കൂട്ടറിന്റെ ട്രാക്ക് കൂടെ ഒന്ന് നോക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതെ ഞാൻ പറയാം, ഞാനൊരു ഓല സ്കൂട്ടറിന്റെ ഓണർ ആയിരുന്നു. അവര് അതിപ്പം അവർ വേർഷനെ മാറ്റുകയാണ്, കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, അവരുടെ കംപ്ലീറ്റ് ബാറ്ററി പാക്ക് എല്ലാം അവർ റീഡിസൈൻ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അത് കണ്ടം ചെയ്തു പോകുന്നില്ല. സാറേ, ബാറ്ററി ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓല സ്കൂട്ടർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ബാറ്ററി ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ? ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് ഫെബ്രുവരിയിലെ ഡെലിവറി. ബാറ്ററി സെല്ല് ഇസ് ഗോയിങ് ടു ബി വെരി ഗുഡ് കേട്ടോ. ഞാൻ അവരുടെ സെല്ലിന്റെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത സെല്ലാണ് ഇന്ത്യയിൽ. അതെ ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ല ഞാൻ പറയാൻ കാരണം, ഈ നമ്മൾ ഈ ബസ് എന്ന് പറയുമ്പോൾ ഈ ബസ്സിന്റെ അകത്ത് എല്ലാം ലിഥിയം സെല്ലുകളാണ് ഇരിക്കുന്നത്. അതിനകത്ത് 5-6 സെല്ലുകൾ ഹീറ്റായി കഴിയുമ്പോഴാണ് ഈ ബസ്സിനെ കൊണ്ട് നമ്മൾ ഓടാൻ പോകുന്നത്. സാറേ, അതിനകത്തൊരു കറക്ഷൻ ഉണ്ട്. ബസിന്റെ ടെക്നോളജി ലിഥിയത്തിന്റെ കെമിസ്ട്രി വേറെയാണ് കേട്ടോ. ഇത് ലിഥിയം, ഇത് അയൺ ഫോസ്ഫേറ്റ് ആണ്. ഇതും പ്രിസമാറ്റിക് സെൽ. ബസ് സിസ്റ്റങ്ങളിൽ വെക്കുന്ന എനർജി സ്റ്റോറേജ് ഗ്രേഡ് സെല്ലുകൾ അത് വേറെ എൻ്റയർലി ഡിഫറെന്റ് ടൈപ്പ്, ഡിഫറെന്റ് കെമിസ്ട്രി, ഡിഫറെന്റ് അപ്രോച്ച്. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ സ്കൂട്ടറുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ടേബിൾ ടോപ്പ് എനർജി സ്റ്റോറേജ് ഡിവൈസിലോ വെക്കുന്ന ടൈപ്പ് അല്ല അത്. അതിനകത്ത് 10,000 സൈക്കിൾ ലൈഫ്, നോൺ ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിഥിയം അയൺ ഫോസ്ഫേറ്റ് പ്രിസ്മാറ്റിക് സെല്ലുകളാണ് യൂസ് ചെയ്യുന്നത്. അതെ, അതിപ്പോ എല്ലാ എക്യുപ്മെന്റ്സിനും അതിലേക്ക് മാറുമല്ലോ ഇപ്പോൾ ഇനിയും. ഈ ഡിസ്കഷൻ നമുക്ക് 9 മണിക്ക് ക്ലോസ് ചെയ്തിട്ട് ന്യൂ റെഗുലേഷനെ സംബന്ധിച്ച് ബാക്കി 5 മണിക്കൂറോട് സംസാരിക്കാം. ഇതിനകത്ത് നമ്മളെ ഇപ്പം ഈ സ്റ്റോറേജ് സിസ്റ്റം LCD ബോർഡെ കുറിച്ച് സ്പെസിഫിക് സംസാരിച്ചില്ലേ? അപ്പൊ അതിനകത്ത് ഒരു പുതിയ ഇലക്ട്രിക് റൂൾ അമെന്റ്മെന്റ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. അതിനകത്ത് പറയുന്നത് ബാറ്ററി സിസ്റ്റം ആർക്കും വെക്കാവുന്ന പറഞ്ഞത്, ACBക്ക് മാത്രമല്ല, വ്യക്തിക്കോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ ആർക്കും വേണേ വെക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു 2-3 കൊല്ലത്തിനകം ഇത് വളരെ പോപ്പുലർ ആവും. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ എൻവറോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ റെഗുലേഷനുകളും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൻവറോൺമെന്റ് ഉണ്ടാക്കി തന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് ഇലക്ട്രിസിറ്റി റൂൾ അമെൻഡ് ചെയ്ത് ആർക്ക് വേണേലും ഈ പറയുന്ന കമ്മ്യൂണിറ്റി സ്റ്റോറേജ് വെക്കാനുള്ള എൻവറോൺമെന്റ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞു. ഇനി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ആ എൻവറോൺമെന്റ് അപ്രൂവ് ചെയ്ത് അവിടെ റെഗുലേഷൻ ഉണ്ടാക്കാം. റെഗുലേഷനകത്ത് ആ പാല് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി. ഈ പറയുന്ന അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ എൻവറോൺമെന്റ് ആയി. പിന്നെ അവർ മിണ്ടാണ്ടിരുന്നാൽ മതി, ബാക്കി ഞാൻ ചെയ്തോളും.